കേരളക്കാരെന്ന് പറയുന്നത് ഫ്രാൻസുകാരാണ്. നമ്മുടെ അതിനകത്ത് സായിപ്പ് എന്ന് പറയുന്നതും ഫ്രാൻസിൽ നിന്ന് വരുന്ന ആളുകളാണ്. അപ്പം പോണ്ടിച്ചേരി ആസ്ഥാനമാക്കി ഇന്ന് നിങ്ങൾ പോണ്ടിച്ചേരി പോയാലും അവിടെ ഫ്രഞ്ച് കോളനി ഉണ്ട്. കാരണം അവിടുന്ന് ആളുകളൊക്കെ ഒഴിഞ്ഞു പോയെങ്കിലും അവിടുത്തെ കടലിനോട് ചേർന്ന സ്ഥലം ഫ്രഞ്ച് കോളനി എന്നാണ് അറിയപ്പെടുന്നത്. ഫ്രഞ്ച് തരത്തിലുള്ള കെട്ടിടങ്ങളൊക്കെ അവിടെ ഇന്നും നമുക്ക് കാണാനായിട്ട് കഴിയും. മയ്യഴിയിലും കാണാൻ പറ്റും. മയ്യഴിയിൽ ഒത്തിരി കെട്ടിടങ്ങൾ ഒക്കെ ഫ്രഞ്ചിന്റെ സ്വാധീനം നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം എന്തായാലും ഇതാണ് അതിനകത്തെ ഒരു ചരിത്രപരമായ കാര്യം. ഇനി മറ്റൊന്ന്, നമുക്ക് ഈ വിഷയത്തെ എങ്ങനെ സമീപിക്കാം എന്നതാണ്. ഇപ്പൊ ഈ വിഷയം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മയ്യഴിപ്പുഴയുടെ തീരങ്ങളും അതുപോലെ എം മുകുന്ദനും എന്നാണ് നമ്മുടെ വിഷയം. അപ്പം മാഷനെ ആദ്യമേ ആലോചിച്ചത് ഈ വിഷയം എങ്ങനെയാണ് നമുക്ക് ഇപ്പം നോവലിൽ നിങ്ങൾക്ക് മുകുന്ദൻ എന്നൊരു കഥാപാത്രത്തെയോ അല്ലെങ്കിൽ എഴുത്തുകാരനായ ഒരു മുകുന്ദനെയൊന്നും നമുക്ക് കാണാനായിട്ട് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് വിഷയം? മയ്യഴിപ്പുഴയുടെ തീരം എന്ന് പറഞ്ഞാല് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോവലിന്റെ പേര് തന്നെയാണ്. അപ്പൊ നോവൽ നമ്മുടെ കയ്യിലുണ്ട്. ബാക്കി എം മുകുന്ദൻ എങ്ങനെയാണ് ഈ നോവൽ നമ്മുടെ വിഷയം നിൽക്കുന്നത്? കാരണം അത് വെച്ചിട്ടാണല്ലോ നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ ഞാൻ ആലോചിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാല് മുകുന്ദന്റെ ഒരു ഭാഷ, മുകുന്ദന്റെ ഒരു നാട്, മുകുന്ദൻ ജീവിച്ച ഒരു സംസ്കാരം, അതുപോലെ മുകുന്ദൻ കണ്ട ഒരു പരിസ്ഥിതി, അതൊക്കെയാണ് നോവലിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് എം മുകുന്ദനെ നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ കാണേണ്ടത്. അപ്പൊ ഒരു പകുതി നമ്മുടെ നോവലാണ്, മറ്റൊരു പകുതിയോ എം മുകുന്ദൻ തന്നെയാണ്. അപ്പൊ എം മുകുന്ദൻ നോവലിൽ തന്നെ നേരിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അദ്ദേഹം ജീവിച്ച പരിസ്ഥിതി, അദ്ദേഹം ജീവിച്ച ഫോക്ലോർ, അദ്ദേഹത്തിന്റെ ഭാഷ, അദ്ദേഹം കണ്ട ചരിത്രം, ഇതൊക്കെയാണ് ആ നോവലിൽ വരുന്നത്. ചരിത്രത്തിന്റെ കൂടെ ഈ നോവലിന്റെ പ്രത്യേകത അനുസരിച്ച് അത് കൂടുതലും രാഷ്ട്രീയം കൂടി നമ്മൾ പറയും. ഇപ്പൊ നമുക്ക് അതാണ് ഈ വിഷയം. അപ്പൊ മയ്യഴിപ്പുഴ തീരങ്ങളും അതുപോലെ തന്നെ എം മുകുന്ദനും എന്നതാണ് നമ്മുടെ വിഷയം. മുകുന്ദൻ എന്ന് പറയുമ്പോൾ മുകുന്ദന്റേതായ ഭൗതികമായ ചുറ്റുപാടുകൾ, അതാണ് നമ്മുടെ വിഷയം. മുകുന്ദൻ ജീവിച്ച സംസ്കാരത്തിന്റെ വേഷം ഒക്കെ വരും. വേഷം വരും, അവരുടെ ഭക്ഷണം വരും, അവരുടെ എല്ലാം തന്നെ വരും. ചരിത്രം അത് ഫ്രഞ്ച് അധിനിവേശ ചരിത്രം തന്നെയാണ്. മയ്യഴിയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പും പിമ്പുമുള്ള മയ്യഴിയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് ചരിത്രം തന്നെയാണ്. ആ ചരിത്രവും നമുക്ക് കാര്യമായി നമ്മൾ പഠിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഭാഷ, മയ്യഴിയിൽ വരുന്ന ഭാഷ ഈ നോവലിലുടനീളം ഫ്രഞ്ച് കടന്നു വരുന്നുണ്ട്. അപ്പം ആ കാലത്തുള്ള ഇപ്പം ഇതിനകത്ത് ദാസൻ തന്നെ പഠിക്കുന്ന കോഴ്സുകളുടെ പേരുകളെല്ലാം ഫ്രഞ്ചിലാണ് വരുന്നത്. അപ്പൊ അതൊക്കെ എന്തുകൊണ്ട് വരുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. പരിസ്ഥിതി ഇപ്പൊ ഇതിനകത്ത് അതിന്റെ മൂപ്പന്റെ ബംഗ്ലാവാണ് അല്ലെ, മൂപ്പൻ അത് അവിടുത്തെ അധികാരിയായിരുന്നു. ഇപ്പം ഒരു മേയർ പോലെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് പോലെ തന്നെ അത് ഫ്രാൻസിന്റെ പ്രതിനിധിയായിട്ട് അവിടെ ഭരിച്ചിരുന്ന മൂപ്പന്റെ നിന്നും ഭരണം മാറുമ്പോഴാണ്. അപ്പൊ ഈ നോവൽ തുടങ്ങുന്നത് തന്നെ മൂപ്പന്റെ ബംഗ്ലാവ് സൂചിപ്പിച്ചുകൊണ്ടാണ്. അപ്പം അതുപോലെ തന്നെ മയ്യഴിയുടെ പുഴയുണ്ട്, മൂപ്പന്റെ ബംഗ്ലാവുണ്ട്, വെള്ളിയാങ്കല്ലുണ്ട്. അങ്ങനെ ഓരോന്നും നോവലിൽ വരുന്ന എല്ലാം മയ്യഴിയിൽ നിങ്ങൾ പോയി കാണാൻ കഴിയുന്ന ഇന്നും കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്, അവതരിപ്പിക്കപ്പെടുന്ന പരിസ്ഥിതി. ഒരു നോവലിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് 50% പരിസ്ഥിതി വർണ്ണനകൾ കൂടിയാണ്. അപ്പൊ ഏതൊക്കെ എടുക്കണം എന്ന് നമുക്ക് സംശയമുള്ളൂ. ഇഷ്ടംപോലെ വർണ്ണനകൾ നമുക്ക് ഉണ്ട്. മറ്റൊന്ന് അതിന്റെ ഫോക്ലോറാണ്. അതിനകത്ത് ആ നാട്ടിലെ ഐതിഹ്യങ്ങൾ, ആ നാട്ടിലെ വിശ്വാസങ്ങൾ, ആ നാട്ടിലെ ഓരോ കാര്യങ്ങളും. മയ്യഴി എന്ന ചെറിയ പ്രദേശത്തിന്റെ അതിന്റെ ചുറ്റും കേരളവും കടലുമാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാതന്ത്ര്യ സംവിധാനങ്ങളൊക്കെ കേരളത്തിൽ വന്നിട്ടാണ് അങ്ങോട്ട് മയക്കി കെട്ടിയൊക്കെ വിളിച്ചു പറയുന്നത്. അപ്പൊ ആ ഒരു പ്രദേശത്തിന്റെ എല്ലാം നമുക്ക് വരും. അപ്പൊ അതിനകത്ത് ഏതെല്ലാം കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ അത് ആ വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു പ്രബന്ധത്തിന്റെ ഒരു ഘടനയാണ്. പ്രബന്ധത്തിന് നിങ്ങളുടെ പ്രബന്ധത്തിൽ തീർച്ചയായും ഒരു തലക്കെട്ട് ഉണ്ടാവണം. ആ തലക്കെട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ കൊടുക്കുക മയ്യഴിപ്പുഴയുടെ തീരങ്ങളും തലക്കെട്ട് കൊടുക്കുക. പക്ഷെ അതിനെല്ലാം ഒരു മാറ്റം വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് തലക്കെട്ട് തീരുമാനിക്കാം. ഈ വിഷയത്തിൽ തന്നെ ഊന്നിയതുകൊണ്ട് ഒരു സ്പെസിഫിക് ആയിട്ട്
കൃത്യതയോടുകൂടി തലക്കെട്ടുകൾ അത് നിങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം. ആ തലക്കെട്ടിന്റെ പ്രത്യേകത കൊണ്ട് നിങ്ങളുടെ പ്രബന്ധം കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ അതിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ പ്രബന്ധത്തിന് എഴുതി വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള തലക്കെട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് നിങ്ങൾ പ്രത്യേകമായിട്ട് കൊടുക്കുക. ഇനി അതൊന്നും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് മൈനപ്പോഴും തീരുമാനങ്ങളും M3 എന്ന് തന്നെ കൊടുക്കുന്നതിൽ പ്രയാസമൊന്നുമില്ല. ഇനി ഒരു പ്രബന്ധത്തിന്റെ ഒരു ഘടന കൂടി പറയാം. അത് തീർച്ചയായും അതിന്റെ ആമുഖം ഉണ്ടാവണം. അതുപോലെ തന്നെ അതിന്റെ അവസാന ഭാഗം അതിന്റെ ഒരു ഉപസംഹാരമായിരിക്കണം. അതിന്റെ ഒരു ഗ്രന്ഥസൂചി നമ്മൾ ഉപയോഗിച്ച പുസ്തകങ്ങളൊക്കെ ഗ്രന്ഥസൂചിയും ഉണ്ടാവണം. അനുബന്ധമായിട്ട് ചിത്രങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അനുബന്ധമായിട്ട് നമുക്ക് കൊടുക്കാം. ഇനി ഈ കൂടെ തന്നെ പറയാനുള്ളത് ഒരു പ്രബന്ധ സംഗ്രഹം കൂടി നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. കാരണം 7 മിനിറ്റിലെ അവതരണത്തിന് നമുക്ക് ഈ പ്രബന്ധം ഒരു 10 പേരെങ്കിലും വരുന്ന ഒന്നായിട്ട് നിങ്ങൾ എഴുതുക എന്ന് നമ്മളോട് വിചാരിച്ചാൽ ആ 10 പേജ് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രബന്ധ സംഗ്രഹം കൂടിയാവാം. നമ്മൾ പറയുന്ന പ്രസക്തമായ കാര്യങ്ങൾ ആമുഖോപസംഹാരം എന്തായാലും നമ്മൾ അവതരിപ്പിക്കും. മറ്റൊന്നാൽ ഇതിന്റെ ഈ അപഗ്രഥന പാർട്ടൊക്കെ ചുരുക്കിക്കൊണ്ട് ഒരു സംഗ്രഹം നമ്മൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പൊ 7 മിനിറ്റിൽ നിങ്ങൾക്ക് എത്രമാത്രം അവതരിപ്പിക്കാൻ കഴിയുമോ അത് അവതരിപ്പിക്കാൻ വേണ്ടി ഒരു പ്രബന്ധ സംഗ്രഹം കൂടെ നിങ്ങൾ കയ്യിൽ ഉണ്ടാവണം. മറ്റൊന്ന്, നിങ്ങൾ സബ് ജില്ലയിൽ പോയി അവതരിപ്പിക്കാൻ പോകുമ്പോൾ തന്നെ നിങ്ങൾ ഒരു കോപ്പി കൂടി നിങ്ങൾ കൈവയ്ക്കുക. അത് അവിടുത്തെ ടീച്ചേഴ്സിന് കൊടുക്കുമ്പോൾ നമ്മൾ എഴുതി ഒന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് നമ്മൾ പോവുക. പ്രബന്ധ സംഗ്രഹത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് നമ്മൾ എടുക്കേണ്ടതില്ല. കാരണം അത് നമുക്ക് അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് കൂടുതൽ ഇന്റർനെറ്റ് സംശയം വരുവാണെങ്കിൽ മാഷ് സംസാരിച്ചു കഴിയുമ്പോൾ നമുക്ക് ചോദിച്ചു കഴിയുമ്പോൾ ദീർഘമായിട്ട് സംസാരിക്കുകയും ചെയ്യാം. അപ്പം ഇനി മറ്റൊരു കാര്യമുള്ളത് ഈ ആമുഖത്തിൽ എന്തൊക്കെ വരണം? ആമുഖത്തില് സ്വാഭാവികമായിട്ടും കുട്ടികൾ മുകുന്ദനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ മുകുന്ദന്റെ പുസ്തകത്തിന് ലിസ്റ്റ് തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ദീർഘമായിരിക്കും. അതിന്റെ ഒരു ആവശ്യം നമുക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഉചിതമായത് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പം അതിനകത്ത് ഉറപ്പായിട്ടും മുകുന്ദനെ കുറിച്ചുള്ള ചില വിശേഷണങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. അതും നമ്മുടെ ഈ വിഷയവുമായി ബന്ധിപ്പിച്ചാണെങ്കിൽ കൂടുതൽ. കാരണം മുകുന്ദന്റെ ഒരു പ്രസിദ്ധനായ സാഹിത്യകാരനായതുകൊണ്ട് ഒത്തിരി നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നമ്മുടെ ഈ വിഷയവുമായി ബന്ധിപ്പിച്ചുള്ള ചില കാര്യങ്ങൾ അത് നന്നാവും. പിന്നെ മാത്രവുമല്ല, വേറെ ഏതെങ്കിലുമൊക്കെ മുകുന്ദന്റെ ചില കൃതികളിൽ മുകുന്ദൻ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുകുന്ദൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, മയ്യഴിയെ കുറിച്ച് തന്നെ പറയുന്നുണ്ടെങ്കിൽ ആ കൃതികളൊക്കെ ഒന്ന് സൂചിപ്പിച്ചാൽ നന്നാവും. പക്ഷെ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ പറയാമോ? നമ്മുടെ ഈ നമ്മൾ എഴുതാൻ പോകുന്ന പ്രബന്ധത്തിന്റെ ഒരു എന്താണ് അതിന്റെ ഒരു ലക്ഷ്യം അത് നമ്മൾ പറയണം. അപ്പൊ ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യമുണ്ടല്ലോ, നമ്മൾ മുകുന്ദൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നിർവചിക്കുന്നത് ഇതൊക്കെയാണ് എന്നവിടെ സൂചിപ്പിക്കുന്നത് നമുക്ക്. കാരണം പ്രബന്ധം പിന്നീട് വായിച്ചു പോകുന്ന അതിന്റെ വിധികർത്താക്കൾക്കൊക്കെ നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്രബന്ധം ഇങ്ങനെ പോയി, അപ്പൊ നിങ്ങൾ മുകുന്ദൻ എന്ന ആളെ എങ്ങനെയാണ് നിർവചിച്ചതെന്ന് അവിടെ കൊടുക്കുന്നത് നന്നാവും. അത് പ്രബന്ധത്തിന്റെ ഒരു ലക്ഷ്യങ്ങളും പ്രബന്ധത്തിന്റെ ഒരു വ്യാപ്തിയും ഇതിലൊരു പശ്ചാത്തലവും ഒക്കെ ഒരുമിച്ച് ആമുഖത്തിൽ തന്നെ ഒന്ന് പറഞ്ഞാൽ നന്നാവും. അപ്പൊ അതിന്റെ ഒരു രീതിശാസ്ത്രം കൂടി നമ്മൾ അവിടെ സൂചിപ്പിച്ചാൽ നന്നാവും. നമ്മൾ പ്രബന്ധത്തിൽ അന്വേഷിക്കുന്നത് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആ മയ്യഴിയുടെ ഒരു സംസ്കാരം, മയ്യഴിയുടെ ഫോക്ലോർ, മയ്യഴിയുടെ ചരിത്രം അഥവാ രാഷ്ട്രീയം, അതുപോലെ തന്നെ മയ്യഴിയുടെ ഭാഷ, അതുപോലെ തന്നെ അതിനകത്ത് പരിസ്ഥിതി, ഇതൊക്കെയാണ്. ഇനി ഇതിനെ ഒന്നും കൂടി നിങ്ങൾ ലിമിറ്റ് ചെയ്ത് പറയുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മൾ അവതരിപ്പിച്ചാൽ നന്നാവും. അത് ആമുഖത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങളോട് മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ വന്നാലും ഇതാണ് അന്വേഷിച്ചതെന്ന് നിങ്ങൾക്ക് ധൈര്യസമേതം അവിടെ പറയാനായിട്ട് കഴിയും. ഇതൊരു ഗവേഷണത്തിന്റെ രീതിശാസ്ത്രം തന്നെയാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് നന്നാവും എന്നുള്ളത്. ഇനി അതിന്റെ ആമുഖം കഴിഞ്ഞു, അത് ഒരു പേജൊക്കെ മതിയാവും. ആമുഖം കഴിഞ്ഞ പിന്നെ ഈ വിഷയങ്ങൾ ഓരോന്ന്, ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളില്ല, അത് ഓരോന്നായി പറയുകയും അതിന് നോവലിൽ നിന്നുള്ള തെളിവുകൾ എടുത്തു കൊടുക്കുകയും പിന്നെ ആ പുറം നമ്പർ കൂടി കൊടുത്താൽ ഉചിതമാവും. ഒരു കാര്യം നമ്മൾ പറയുമ്പം നോവലിൽ നിന്നുള്ള അതിന്റെ ഭാഗം കൂടി ഒത്തിരി ദീർഘമാവാതെ എടുത്ത് കൊടുത്തുകൊണ്ട് അതിനെ അപഗ്രഥിച്ചുകൊണ്ട് പറഞ്ഞാൽ നന്നാവും. ഇപ്പൊ മൂപ്പന്റെ പരിസ്ഥിതി പറയുന്ന സമയത്ത്, മൂപ്പന്റെ ബംഗ്ലാവ് പറയുന്ന സമയത്ത് ഇതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ, മൂപ്പന്റെ ബംഗ്ലാവിനെ കുറിച്ച്
ഇതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്. ഇപ്പം കുന്നിന് മുകളിലെ മൂപ്പൻ സാഹിബിന്റെ ബംഗ്ലാവിൽ മാത്രം പാതിരാവ് കഴിഞ്ഞാലും ക്ഷേത്രാന്തുകൾ പ്രകാശിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഈ നോവലിന്റെ രണ്ടാമത്തെ ഖണ്ഡികയാണ് വായിക്കുന്നത്. ബംഗ്ലാവിന്റെ പിറകുവശം കുന്നിനാട് സമുദ്രമാണ്. സമുദ്രം നിശ്ചലമായി കിടക്കുന്ന രാവുകളിൽ ബംഗ്ലാവിന് ജനവാതിലുകളിലൂടെ പ്രവഹിക്കുന്ന ക്ഷേത്രാന്തകളുടെ പ്രകാശം ജനവാതിലുകളുടെ ആകൃതിയിൽ വെള്ളത്തിൽ പരന്നു കിടക്കും. അപ്പൊ ഒരു യഥാതഥമായൊരു കാഴ്ച പറയുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് എടുത്തു കൊടുക്കുന്നത് നന്നാവും. അത് എന്തുകൊണ്ട് നോവലിസ്റ്റ് അത് കൊടുത്തു എന്നൊക്കെയുള്ള ഒരു അപഗ്രഥനം കൂടി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന രീതിയിലാണ്. അപ്പം അങ്ങനെ ഓരോന്നും പറഞ്ഞു പോകുമ്പോൾ നമുക്ക് അതുകൂടാണ്ട് ഇനി എന്താണ് അപ്പൊ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എന്താണ് ഉപസംഹാരത്തിൽ എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം. അപ്പം ഈ മുകുന്ദൻ ഉപയോഗിക്കുന്ന പരിസ്ഥിതി, അതുപോലെ മുകുന്ദൻ പറയുന്ന ചരിത്രം, ഇതൊക്കെ എന്തിനു വേണ്ടി ഇപ്പൊ പറയുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരം കിട്ടുന്നുണ്ടാവും. അപ്പം അത് ഇപ്പം വേണമെങ്കിൽ ഇദ്ദേഹം പറയുന്ന ഒന്ന്, ഇപ്പം ഇതിനകത്ത് തന്നെ ഒരു കഥാപാത്രം, ഇപ്പൊ വാസുട്ടി എന്ന കഥാപാത്രം, അല്ലെങ്കിൽ പപ്പൻ എന്ന കഥാപാത്രം, അല്ലെങ്കിൽ ദാസൻ എന്ന കഥാപാത്രം, അവരൊക്കെ എങ്ങനെയാണ് ഈ നോവലിൽ ആക്ട് ചെയ്യുന്നത്, അതുപോലെ എന്താണ് ആ കഥാപാത്രങ്ങളോട് നമുക്ക് പറയുന്നത്, അതുപോലെ ഇതിനകത്ത് കമ്മ്യൂണിസത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ എന്താണ് അദ്ദേഹം അവിടെ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ അവിടെ അപഗ്രഥിച്ച് പറയുന്നുണ്ട്. അതിനെ ഒന്ന് ചെറിയ രീതിയിൽ ഉപസംഹാരത്തിൽ കൊടുക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ ഓരോന്നും നമ്മൾ എടുക്കുന്ന മേഖലകളിൽ ഓരോന്നിനും നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ നമുക്ക് ഉപസംഹാരത്തിൽ ക്രോഡീകരിച്ച് പറയുകയും ചെയ്യാം. ഒരു ഹ്യൂമാനിറ്റീസ് വിഷയത്തിലുള്ള ഒരു ഉപസംഹാരം അങ്ങനെയാണ് ഉണ്ടാവുക. ഇപ്പൊ സയൻസിലൊക്കെയാണെങ്കിൽ നമുക്കൊരു കണ്ടെത്തൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ആ കണ്ടെത്തൽ മാത്രമായിരിക്കും നമ്മൾ പറയുക. പക്ഷെ ഒരു ഹ്യൂമാനിറ്റീസ് വിഷയത്തിലുള്ള ഒരു പ്രബന്ധത്തില് നമ്മൾ ക്രോഡീകരിച്ച് പറയുക. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും വിശദീകരിച്ച് അപഗ്രഥിച്ച് കൃത്യതയോടുകൂടി പറയുന്ന കാര്യങ്ങൾ ക്രോഡീകരിച്ച് പറയുന്നതായിരിക്കും നിങ്ങളുടെ ഉപസംഹാരം. അതുപോലെ നമ്മളിപ്പം ഗ്രന്ഥസൂചി നമ്മൾ ഉപയോഗിക്കുന്ന ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിച്ച് നെറ്റിൽ നിന്ന് കണ്ടെത്തുന്നതോ പുസ്തകത്തിൽ ഉപയോഗിക്കുന്നതോ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഗ്രന്ഥസൂചിയായിട്ടും കൊടുക്കാം. അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ ഈ നോവലിലോട്ട് പോകാം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ കുറിച്ച് വെച്ചോളൂ, ഓർമ്മിച്ച് ചർച്ച ചെയ്യും. ഇനി ഈ നോവലിലോട്ട് പോയാൽ നോവലിനെ സംബന്ധിച്ചിടത്തോളം ഇത് 1000 പുറമുള്ള ഒരു നോവലാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് വായിച്ചു പോകുമ്പോഴൊക്കെ ഒത്തിരി കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട്. ഭാഷ ഫ്രഞ്ചൊക്കെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ കഥയൊന്ന് ചുരുക്കി പറയാം. അത് ഈ ആമുഖത്തിന് ശേഷം ഒരു ഇതിവൃത്തം നിങ്ങൾ കൊടുക്കുന്നത് നന്നാവും. ഇതിവൃത്തം തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ ഒന്നപ്പോ ഇതിനകത്ത് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാല് ഇതിനകത്ത് കേളുവച്ചനിലും കുറുമ്പിയമ്മയിലുമാണ് തുടങ്ങുന്നത്. കുറുമ്പിയമ്മ എന്ന കഥാപാത്രത്തിനകത്ത് ദാസനെ പോലെ തന്നെ ഉടനീളം നിൽക്കുന്നുണ്ട് കേട്ടോ. അത് വഴിയെ അത് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. മറ്റൊന്നുള്ളത് ദാമു റൈറ്ററും കൗസുവുമാണ് അല്ലെ. അപ്പൊ ഈ കേളുവച്ചന്റെയും കുറുമ്പിയമ്മയുടെയും മകനാണ് യഥാർത്ഥത്തിൽ ദാമു റൈറ്റർ. ദാമു റൈറ്ററുടെ ഭാര്യയാണ് കൗസു. കൗസുവിന്റെ മകനായ ദാസനാണ് ഇതിനകത്ത് ഉടനീളം നിൽക്കുന്ന കഥാപാത്രം. മറ്റൊരു കുടുംബം അതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ദാസൻ എന്നൊക്കെ എന്റെ സുഹൃത്തു കൂടിയ ദാസന്റെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചന്ദ്രിയുടെ കുടുംബം. അത് ദാസനേറെ ബഹുമാനിക്കുന്ന കുഞ്ഞനന്ദൻ മാസ്റ്ററുടെ കുടുംബം കൂടിയാണ്. അവിടെയാണ് കുഞ്ഞനന്ദൻ മാസ്റ്ററാണ് ദാസന് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, പോണ്ടിച്ചേരിക്കൊക്കെ പോകാനായിട്ട്. അപ്പൊ ഈ കുഞ്ഞനന്ദൻ മാസ്റ്ററുടെ സഹോദരിയായ ലീലയുടെ മകളാണ് ചന്ദ്രി. അപ്പം ലീലയുടെ ഭർത്താവിന്റെ പേര് ഭരതൻ എന്നാണ്. അപ്പം ഇതിനകത്ത് സ്പീക്കർ ഓഫ് ചെയ്യണേ, സ്പീക്കർ ഓഫ് ചെയ്യണേ. സാർ കഴിഞ്ഞിട്ട് സംസാരിക്കാം. രണ്ട് പ്രധാനപ്പെട്ട ദാസനും ചന്ദ്രയാണ് ഇതിനകത്തെ നായകനും നായികയും എന്ന് പറഞ്ഞു. അവരുടെ പ്രധാനപ്പെട്ട കുടുംബാംഗങ്ങളും എല്ലാം വരുന്നുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് കടന്നു വരുന്ന ഇപ്പം ദാമുവിന്റെ കൂടെ തന്നെ പഠിച്ച ഗസ്തോൻ സാർ അല്ലെ. ഗസ്തോൻ
അവിടുത്തെ വെള്ളക്കാരുടെ പ്രതിനിധിയായ ലസ്ലി സാഹിബിന്റെയും മിസ്സിയുടെയും മകനാണ് അല്ലെ. അപ്പൊ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഉള്ളതെല്ലാം വെള്ളക്കാരുടെ പ്രതിനിധികളും ഒക്കെ ഇതിനകത്ത്. ഇനി ദാസന്റെ കൂടെ ഈ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുക്കുന്ന ഒരു 3 പേര്, വാസൂട്ടി, അതുപോലെ തന്നെ പപ്പൻ, അവര് ദാസനോടൊപ്പം തന്നെ പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന കഥാപാത്രങ്ങളാണ്. അവർ വളരെ വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകൾ കൂടിയാണ് അല്ലെ. അപ്പൊ അവരുടെ പ്രത്യേകത എന്താ? വാസുട്ടി ആണെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം പെട്ടെന്ന് തന്നെ ഫ്രഞ്ചിലോട്ട് പോയി ജീവിക്കുന്ന ആളാണ്, കാലത്തിനൊത്ത് അല്ലെ. അപ്പൊ ഈ നമ്മുടെ പുതിയ കാലത്ത് നമ്മുടെ ഇവിടുത്തെ കുട്ടികളെല്ലാം നല്ല ബുദ്ധിയുള്ളവരും നല്ല ശേഷിയുള്ള ആളുകളൊക്കെ ഇപ്പം ഇന്ത്യക്ക് പുറത്തു പോയി ജീവിക്കുന്ന ആളുകളാണ്. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെല്ലാം ഇപ്പം ഭാഷയൊക്കെ കാര്യമായി പഠിച്ചുകൊണ്ട്, ഒരു കാലത്ത് സയൻസും ശാസ്ത്രവുമാണ് അവർ അന്ന്, ഇന്നിപ്പം അല്ലെ പുറത്തു പോയി ജർമ്മനും ഫ്രഞ്ചും ഒക്കെ കാര്യമായി പഠിച്ച് അങ്ങോട്ട് പോയി അവിടെ ജീവിക്കാനായിട്ട്. അത് ഈ നോവലിന്റെ ഒരു ക്രാന്തദർശനത്തോടുകൂടി മുകുന്ദൻ നേരത്തെ പറയുന്നുണ്ട്. ഇതിനകത്തെ പ്രധാന കഥാപാത്രമായല്ലേ വാസുട്ടിയും ഫ്രഞ്ച് പഠിച്ചിട്ട് പുറത്തോട്ട് പോയി പൈസ ഉണ്ടാക്കുന്നതായിട്ട് ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ സമരമാണ്. അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നിങ്ങൾ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ മയ്യഴിയുടെ സ്വാതന്ത്ര്യ സമരം ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് വരുന്നുണ്ട്. എവിടെയാണ് അതിന്റെ തുടക്കം? അതിന്റെ തുടക്കം കുഞ്ഞനന്ദൻ മാസ്റ്ററിലാണ്. കുഞ്ഞനന്ദൻ മാസ്റ്ററാണ് കമ്മ്യൂണിസവും. അപ്പം ഇതിനകത്ത് കുഞ്ഞനന്ദൻ മാസ്റ്റർ പറയുന്നുണ്ട്, ലോകത്ത് യുദ്ധം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ലോകത്തെല്ലാം പ്രധാനമായിട്ട് കമ്മ്യൂണിസം വരണം എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം പ്രധാനപ്പെട്ട സ്റ്റാലിനും അടക്കമുള്ള എല്ലാവരുടെയും നേതാക്കന്മാരുടെയൊക്കെ വീടിന്റെ മുന്നിൽ തന്നെ അതിന്റെ ചിത്രമൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ഇന്നില്ലെന്ന് തോന്നുന്നു, പക്ഷെ പണ്ടൊക്കെ ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ നമ്മൾ സൂക്ഷിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആ രീതിയിൽ നമുക്ക് ഈ നോവൽ അവിടെ നിന്നുകൊണ്ടാണ്. ഇപ്പൊ മുകുന്ദന്റെ തന്നെ രാഷ്ട്രീയം അദ്ദേഹം തുറന്നു പറഞ്ഞാണ് കേട്ടോ. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അദ്ദേഹം അച്യുതാനന്ദനെ കുറിച്ചൊക്കെ അഭിപ്രായം പറഞ്ഞപ്പം അത് വലിയ വിവാദമായതാണ്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളിലൊക്കെ അദ്ദേഹം തുറന്നു പറഞ്ഞ ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഒരു ഫ്രഞ്ച് എംബസിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ ആ രീതിയിൽ അപ്പൊ എന്തായാലും ഇതിനകത്ത് കമ്മ്യൂണിസത്തെ കുറിച്ച് വളരെ കാര്യമായി ചർച്ച നടക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ ഈ യഥാർത്ഥത്തില് മയ്യഴിയുടെ സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നത് തന്നെ ഒരു കമ്മ്യൂണിസത്തിന്റെ തുടക്കം ആ രീതിയിലാണ്. അവരാണ് തുടക്കമിട്ടത്. അതിന്റെ കുഞ്ഞനന്ദൻ മാസ്റ്ററാണ് തുടങ്ങിയത്. അതിന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ദാസനും അതുപോലെ തന്നെ വാസുദേവ്. ദാസനെ കുറിച്ച് കൂടുതൽ പറയേണ്ടതുണ്ട്. കാരണം ദാസൻ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു. ദാസൻ എനിക്ക് തോന്നുന്നു LKG പ്രായത്തിന് മുമ്പ് തന്നെ സ്കൂൾ അന്വേഷിച്ച് പോയ ആളാണ്. വഴിക്ക് തടഞ്ഞു നിർത്തിയിട്ട് പിന്നെ ആളുകള് അവന്റെ അച്ഛനെ വിളിച്ചു വരുത്തിയിട്ട് ദാമുറൈറ്ററെ വിളിച്ചു വരുത്തിട്ട് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവരും. അപ്പൊ എല്ലാ ദിവസവും വീട്ടില് എപ്പോഴാണ് ഞാൻ സ്കൂളിൽ പോകുന്നത്, വനജ അതാ സ്കൂളിൽ പോകുന്നു, എനിക്ക് സ്കൂളിൽ പോകണം. അപ്പൊ പഠിത്തത്തോട് മാത്രമല്ല എല്ലാ തരത്തിലുള്ള അറിവിനോട് വലിയ ഉത്സാഹമുള്ള ആളാണ് ദാസൻ. ആ ദാസൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അദ്ദേഹം പോണ്ടിച്ചേരി പോയിട്ട് മൂപ്പൻ സാഹിബിന്റെ സ്കോളർഷിപ്പോടുകൂടിയാണ് അദ്ദേഹം പോണ്ടിച്ചേരി പോകുന്നത്. അവിടുന്ന് ഏറ്റവും റാങ്കോടുകൂടി പാസ്സായിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പൊ അദ്ദേഹം IAS തലത്തിലുള്ള ഒരു ഉദ്യോഗം മയ്യഴിയിൽ കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് അദ്ദേഹം. ഇപ്പം ഈ കുഞ്ഞനന്ദൻ മാസ്റ്റർ പോലും ദാസൻ അങ്ങനെ പോകുമെന്നാണ് വിചാരിച്ചിരുന്നത്. അത് കുഞ്ഞനന്ദൻ മാസ്റ്റർ ദാസനോട് പറയുന്നുണ്ട്, നീ സ്വാതന്ത്ര്യ സമരത്തിന് നീ ചുക്കാൻ പിടിക്കും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ എങ്ങനെ നീ ഉദ്യോഗസ്ഥനായി പോയാലോ എന്ന് ഞാൻ പേടിച്ചിരുന്നു എന്ന് കുഞ്ഞനന്ദൻ മാസ്റ്റർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ദാസന്റെ സ്വഭാവം. ദാസന്റെ സ്വഭാവത്തെ ഒരിക്കലും ഒരു മാറ്റം വരുന്നില്ല കേട്ടോ. സ്വാതന്ത്ര്യ സമരം വിജയിച്ച് തിരിച്ചു വന്നു കഴിയുമ്പം കോൺഗ്രസിന്റെ പ്രതിനിധിയായ അദ്ദേഹമാണ് അതിന്റെ അവിടുത്തെ പിന്നീട് പ്രസിഡന്റായി മാറുന്നത്. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നീ ഇവിടെ താമസിച്ചോ, നിനക്ക് ഞാൻ ഉചിതമായ ജോലി തരാം എന്നെല്ലാം പറയുമ്പം അത് നിഷേധിക്കുക ദാസൻ ചെയ്തത്. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയക്കാരനെ എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്ന് ഈ ദാസനിലൂടെ അദ്ദേഹം മുകുന്ദൻ നമുക്ക് കാണിച്ചു തരുമായിരുന്നു. അതാണ് മുകുന്ദന്റെ രാഷ്ട്രീയം. അപ്പൊ എന്തായാലും ഈ ദാമു റൈറ്റർ ദാസന് പകരമായി ജയിലിൽ കിടക്കേണ്ടി വന്ന ആളാണ്. ദാസന് കിട്ടാത്തത് കൊണ്ട് അച്ഛനായ ദാമു റൈറ്ററെ പിടിച്ച് 2 വർഷം
ഫ്രഞ്ചുകാർ ജയിലിലിട്ടു. അതുകൊണ്ട് ദാസനോട് ഭയങ്കര ദേഷ്യമായി പോയി അച്ഛനായ ദാമോറൈറ്ററിന്. വീട്ടിൽ കയറ്റുന്നില്ല. ഇവരെ കാണാമെന്ന്. അതുപോലെ തന്നെ ഫ്രഞ്ചുകാരുടെ ഗുണ്ടയായ അച്ചു പക്ഷെ വളരെ മാറുന്നുണ്ട്. ഗുണ്ടയാണെങ്കിലും അയാൾ പിന്നീട് നല്ല ഒരു മനുഷ്യനായി മാറുന്നുണ്ട്. ആ അച്ചു പിന്നെ പെങ്ങളായ ഗിരിജയെ കല്യാണം കഴിക്കുന്നത്. അപ്പം അങ്ങനെ അപ്പൊ ഗുണ്ടയായതുകൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഒളിവിൽ താമസിച്ച ദാസൻ അവിടെ വരുമ്പോഴാണ് പോലീസുകാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ ദാമോറൈറ്ററും ഈ ദാസനും തമ്മിൽ ഉടനീള സംഘർഷമാണ്. കാരണം തന്റെ മകൻ ഒരു IAS പദവിയിലോട്ട് എത്തുമെന്ന് വിചാരിച്ചിരുന്ന മകൻ സ്വാതന്ത്ര്യ സമരത്തിന് പോയതും അവൻ കാരണം ജയിലിൽ പോയതൊന്നും ദാമോറൈറ്റർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഉടനീളം ദാമോറൈറ്ററും അവസാനം വീട്ടിലോട്ട് തിരിച്ചു വരാനൊക്കെ ദാമോറൈറ്റർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പറയുന്നില്ല. അത് ഉടനീളം ഒരു സംഘർഷം തന്നെയാണ്. അപ്പൊ ഒരു ആദർശത്തിന്റെ പുറകെ പോകുന്ന ഒരാൾക്ക് സംഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം ദാസനിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ ദാസ സ്നേഹിക്കുന്ന കുട്ടി ചന്ദ്രി അങ്ങനെ അവര് തമ്മിൽ ഭയങ്കരമായ ഇഷ്ടമാണ്. ഈ നോവലിനെ ആസ്വാദികരമാക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിന്റെ രാഷ്ട്രീയമൊന്നും അല്ലാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവർ തമ്മിലുള്ള ഒരു സ്നേഹം, ആ പ്രേമമാണ് ഉടനീളം. ഇവര് കേരളത്തിൽ ഒളിച്ചു താമസിക്കുമ്പോഴും പഠിക്കാൻ പോകുന്ന ചന്ദ്രി ഇദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ട്. ദാസന്റെ ഷർട്ടിനെ കുറിച്ചും ദാസന്റെ ആരോഗ്യത്തെ കുറിച്ചും ഒക്കെ അവൾ വളരെ വ്യാകുലപ്പെടുന്നു. അവസാനം ഇവളുടെ കല്യാണമൊക്കെ നടക്കുന്ന അറിഞ്ഞു കഴിഞ്ഞപ്പം, കല്യാണമൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞപ്പം അതിനകത്ത് ഭരതൻ എന്ന ഇവളുടെ അച്ഛൻ, അയാള് ദീർഘകാലം വിദേശത്ത് ജോലി ചെയ്തിട്ട് അയാൾ വലിയൊരു ബംഗ്ലാവ് പണിയുക. അതിനൊക്കെ കൂടെ നിർത്താനൊക്കെ ശ്രമിക്കുന്നത് ദാസന്റെയാണ് കേട്ടോ. പക്ഷെ ദാസൻ തന്റെ മകളെ പ്രേമിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ അവിടുന്ന് അപ്പൊ തന്നെ ആട്ടി ഓടിക്കുക. പക്ഷെ ചന്ദ്രി ഉറച്ചു നിൽക്കുന്നു. അവളുടെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പം അവൾ അവിടുന്ന് അപ്രത്യക്ഷമാവുക. സാധാരണ ഇതിന് സംഭവിക്കും, മേടിച്ചങ്ങൾ തുറന്നൊക്കെ എടുത്തുകൊണ്ടായിരിക്കും പെൺകുട്ടികൾ പോകുന്നത്. പക്ഷെ അവൾ അങ്ങനെയല്ല. അവള് പ്രേമത്തിൽ കുറച്ച് അവളെ കാണുന്നില്ല. ദാസന്റെ അടുത്ത് വരുമ്പോൾ ദാസന്റെ അടുത്ത് അവൾ എത്തുന്നില്ല. അവളെ കുറിച്ച് ഒരു വിവരവും ഇല്ല. അപ്പൊ ഇതിനകത്തൊരു മനോഹരമായ ഒരു സങ്കല്പമുണ്ട്. ഇതിനകത്ത് ഈ ആത്മാക്കളുടെ ഒരു അതായത് ഈ ആത്മാക്കൾ എവിടുന്ന് വരുന്നു എന്ന്. അത് ദാസൻ ജനിച്ചപ്പോ തന്നെ അത് വരുന്നുണ്ട് കേട്ടോ നോവലില്. അത് നോവലിന്റെ ഒരു പ്രധാനപ്പെട്ട വിശ്വാസം തന്നെയാണ്. അങ്ങനെ ദാസൻ ജനിച്ചു. പേജ് നമ്പർ 29 അങ്ങനെ ദാസൻ ജനിച്ചു. അങ്ങനെ അതിഭൗതിക രഹസ്യങ്ങളെ ഗർഭം ധരിച്ചു കിടക്കുന്ന സമുദ്രത്തിൽ അകലെ സ്ഥിതി ചെയ്യുന്ന ജന്മങ്ങൾക്കിടയിലെ ആത്മാവുകളുടെ വിശ്രമ സ്ഥലമായ വെള്ളിയാങ്കല്ലിൽ നിന്നൊരു തുമ്പി മയ്യയിലേക്ക് പറന്നു വന്നു. ഈ നോവലിൽ കൊണ്ടുവരുന്ന, ഇപ്പൊ നമ്മുടെ ഹിന്ദു പുരാണത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ ദൈവത്തിന്റെ അംശമാണ്, നമ്മൾ അവിടുന്ന് വരുവാണ് തിരിച്ച് ദൈവത്തിൽ എത്തിച്ചേരും എന്നൊക്കെ പറയും. അതേ സമാനമായ ഒരു സാധനം ഇവിടെ തിരിച്ചിട്ടിട്ടുണ്ട്. ഒരു പക്ഷേ നമുക്ക് എന്താണ് ഒരു പുതിയ രീതിയിലുള്ള നോവൽ സങ്കല്പം തന്നെ, ഒരു വലിയൊരു ഫാന്റസി നോവലിൽ അങ്ങനെ വരും. അത് വളരെ രസമാണ്. അതായത് വെള്ളിയാങ്കല്ലിൽ തുമ്പികൾ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നു ആത്മാക്കൾ. അതിൽ ഒരു തുമ്പി ഇങ്ങ് വരുമ്പോഴാണ് ഇവിടെ ഒരു കുട്ടി ജനിക്കുന്നത്, അല്ലെ? ഇവിടെ ആളുകൾ മരിച്ചു കഴിയുമ്പോൾ തുമ്പിയായിട്ട് അങ്ങോട്ട് തന്നെ പോകുന്നു എന്ന രീതിയിലുള്ള ഒരു സങ്കല്പം നോവലിസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ഒത്തിരി വിശ്വാസങ്ങളും ആചാരങ്ങളും. ഇപ്പൊ പാമ്പ് വന്ന് കടിച്ച വിഷം ഇറക്കുന്നതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഉണ്ട്. അപ്പൊ കേരളത്തിലെ ഒത്തിരി വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഈ നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ബൃഹത്തായ ആഖ്യാനങ്ങളുടെ ഒരു സമാഹാരമാണ്. അപ്പൊ ഇതിനകത്ത് നമ്മളെ രസിപ്പിക്കുന്ന രീതിയിലൊരു പ്രേമത്തിന്റെ ഒരു നൂല് ഉടനീളം ഇതിനകത്തുണ്ട്. അതിലാണ് ഇതെല്ലാം തൂക്കിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് വലിയ തോതിൽ ആസ്വദിക്കാനായിട്ട് പറ്റും. ഇതിനകത്ത് ഈ കുറുമ്പിയമ്മയെ കുറിച്ച് എടുത്ത് പറയണം. കുറുമ്പിയമ്മ ഒരു വെള്ളക്കാരുടെ ആരാധികയാണ്. ഇപ്പൊ ഇതിനകത്ത് ലെസ്ലി സാഹിബ് കുതിരവണ്ടി വന്നിട്ട് ഇവരോട് മൂക്കിപ്പൊടി ചോദിക്കും, അത് കൊടുക്കുന്നു. അങ്ങനെ നിരന്തരം പലപ്പോഴും ലെസ്ലി സാഹിബ് ഇങ്ങനെ വരും, മൂക്കിപ്പൊടി ചോദിക്കുക, കൊടുക്കും. വലിയ ഒരു എന്താണ് ഒരു കുറച്ചും കൂടി ഒരു പ്രൗഡായിട്ടാണ് ഇവർ ഇതൊക്കെ. കാരണം വെള്ളക്കാരൻ എന്നെ പരിഗണിക്കുന്നു എന്നൊക്കെ വരുന്നിട്ട്. അപ്പം ദാസൻ പഠിക്കാൻ പോകുമ്പോഴൊക്കെ ഈ ലസീ സാഹിബിന്റെ വീട്ടിൽ പോയിട്ട് മിസ്സി മാതാമ്മയെ കാണുകയും കേക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഗസ്തോൻ ദാമോറൈറ്ററുടെ സുഹൃത്തുകൂടിയായിരുന്നു. അപ്പൊ ഗസ്തോൻ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം തന്നെയാണ് ഇതിനകത്ത്. അതായത് കല്യാണം കഴിച്ചിട്ടൊന്നും അത് ഫലപ്രദമാവാതെ ജീവിക്കുന്ന, മുറിയിൽ അടച്ചിരിക്കുന്ന ഗസ്തോനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. ഗസ്തോൻ അവസാനം ഈ സ്വാതന്ത്ര്യ സമരമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഗസ്തോൻ ഇറങ്ങി വരുമ്പം അയാൾ അവസാനം പോയി മരിക്കുക. അപ്പൊ ഭിന്നശേഷിയുള്ള ആളുകൾ എങ്ങനെയാണ് ഒരു കാലത്ത് എങ്ങനെയാണ് നമ്മുടെ ഇടയിലൊക്കെ ജീവിച്ചതെന്ന് കൂടി ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം
അതോടൊപ്പം തന്നെ എനിക്ക് നോവലിന്റെ ഒരു ചുരുക്കം നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നുണ്ടാവും. ഞാൻ ഒത്തിരി ദീർഘമായി ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വായനയൊക്കെ അത് തടസ്സപ്പെടുത്തും, നിങ്ങളുടെ ആസ്വാദനത്തെ എന്നുള്ളത്. ഇതിനകത്ത് വാസൂട്ടിയും പപ്പനും ഉണ്ട് കേട്ടോ. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ 2 ധാര ഉണ്ടായിരുന്നു. അതൊന്ന് സുഭാഷ് ചന്ദ്രബോസിന്റെ ഏതാണ് യുദ്ധം ചെയ്തിട്ടാണെങ്കിലും നാട് പിടിച്ചെടുക്കണം എന്ന് പറയുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ ഇതാണ് പപ്പൻ എന്ന കഥാപാത്രം. പപ്പൻ പലപ്പോഴും ഇതിനകത്ത് വാളെടുക്കുന്നുണ്ട്, കത്തി എടുക്കുന്നുണ്ട് എന്നുള്ളത്. വാസൂട്ടിയൊക്കെ കുറച്ചൊരു വേറൊരു തലത്തിൽ നിൽക്കുന്ന സ്വാതന്ത്ര്യം ആവശ്യമാണ്, പക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ ഫ്രഞ്ചുകാരോടൊക്കെ നമുക്ക് സമരസപ്പെടാം എന്ന് പറയുന്ന കഥാപാത്രമായ വസ്തു. അപ്പൊ ഇതൊക്കെ ദാസന്റെ സുഹൃത്തുക്കളാണ്. ഇവർ കേരളത്തിലൊരു ഒരു വീട്ടില് കഴിയുകയായിരുന്നു എന്ന രീതിയിൽ. ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം മലയൻ ഉത്തമൻ എന്നൊരു കഥാപാത്രമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കഥാപാത്രം. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, പക്ഷെ ജീവിക്കാൻ വേണ്ടിയിട്ട് തെയ്യത്തിന്റെ വേഷം കിട്ടുക. അപ്പൊ എന്താ, നമ്മളിതിൽ വിശ്വാസങ്ങളുണ്ട്. ഇപ്പൊ ശബരിമലയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഫുൾ വെജിറ്റേറിയൻ ആയിട്ടൊക്കെയാണ് 41 ദിവസം എന്ന് പറഞ്ഞതുപോലെ. പക്ഷെ ഇദ്ദേഹം ഇറച്ചി കഴിച്ചിട്ട് തെയ്യം കെട്ടുകയൊക്കെ ചെയ്യണം. പക്ഷെ അദ്ദേഹത്തിന്റെ നിർഭാഗ്യമോ അല്ലെങ്കിൽ പരിചയക്കുറവ് കൊണ്ടൊക്കെ ഈ 5 അത്രയും പൊക്കമുള്ള ആ തെയ്യം കെട്ടുമ്പോൾ അത് കഴുത്തിൽ വീണിട്ട് അദ്ദേഹം മരിക്കുകയാണ്. അപ്പം അവിടെ നോവലിസ്റ്റ് ഈ വിശ്വാസങ്ങളും ആചാരങ്ങളെയൊക്കെ എന്താണ് അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാം. കാരണം ഇങ്ങനെ കഥാപാത്രം മരിക്കുമ്പം ഇദ്ദേഹം ഇങ്ങനെ നോമ്പ് നോക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ മരിക്കേണ്ടി വന്നതെന്നൊക്കെ ആളുകൾ പറയുന്നതൊക്കെ ഈ നോവലിൽ വരുന്നുണ്ട്. അപ്പം എന്തായാലും മുകുന്ദൻ എന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കെ തന്നെ, അല്ലെങ്കിൽ വിശ്വാസത്തെയും ഐതിഹ്യത്തെയും ആചാരങ്ങളെയും ഒന്നും എതിർക്കുന്നില്ല എന്നതൊരു ശ്രദ്ധേയമായൊരു കാര്യമാണ്. നിങ്ങൾക്കത് കൺക്ലൂഷനിൽ ഉൾപ്പെടുത്താവുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ എന്തായാലും ഇപ്പം ഇനി എനിക്ക് തോന്നുന്നു നമുക്ക് ഇനി ചില റെഫറൻസ് കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അപ്പം ഒത്തിരി നമുക്ക് ചർച്ചയുടെ ഭാഗമായിട്ട് പോകാം. നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ പുസ്തകം തന്നെയാണ്. മറ്റൊന്നെന്ന് വെച്ചാൽ DC ബുക്സ് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്, മയ്യഴിയിലൂടെ എന്ന പുസ്തകം. മയ്യഴിയിലൂടെ എന്ന പുസ്തകം ഇത് D. മനോജാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. ഇദ്ദേഹം മയ്യഴിയുടെ ചിത്രങ്ങൾ എടുത്തുകൊണ്ട്, ഒത്തിരി മയ്യഴിയുടെ ചിത്രങ്ങളാണ് അതിനകത്ത്. മയ്യഴി ഓരോ പേജും ചിത്രങ്ങളാണ്. ചിത്രത്തിനോടൊപ്പം നോവൽ ഭാഗവും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് മൂപ്പൻ ബംഗ്ലാവ് എങ്ങനെയാണ്, അപ്പൊ രാത്രിയിലുള്ള മൂപ്പൻ ബംഗ്ലാവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ വെള്ളിയാങ്കല്ല് നിങ്ങൾക്ക് കാണാം. വെള്ളിയാങ്കല്ലിന്റെ ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് മറ്റോ എടുത്തൊരു ചിത്രമാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഈ പുതിയ കാലത്ത് അങ്ങനത്തെ ഡ്രോണൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എടുത്തൊരു ചിത്രം. അതോടൊപ്പം തന്നെ വെള്ളിയാങ്കലിനെ കുറിച്ച് പറയുന്ന നോവൽ ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു എത്രയാണ് 200 പേജ് വരുന്ന ഒത്തിരി ചിത്രങ്ങൾ അവിടുത്തെ പരിസ്ഥിതിയെ കുറിച്ചും, അതുപോലെ ബംഗ്ലാവിന് മൂപ്പൻ ബംഗ്ലാവും അതിന്റെ ഓരോരോ ഭാഗങ്ങളും അവിടുത്തെ അമ്പലങ്ങളും എല്ലാം, അങ്ങനെ നോവലിൽ വരുന്ന പരിസ്ഥിതി എന്തൊക്കെയാണോ, അവിടുത്തെ തെയ്യം, അവിടുത്തെ അനുഷ്ഠാനങ്ങള്, ആ നോവൽ ഭാഗവും കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നോവലില് അതിന്റെ ഒറിജിനൽ ചിത്രവും കൂടി കൊടുത്തിരിക്കുന്ന പുസ്തകമാണ്. അപ്പൊ ഒരുപക്ഷെ നമുക്ക് ഈ ഒരു സെമിനാറിൽ നമുക്ക് ഒഴിച്ചുകൂട്ടാൻ, നോവൽ പോലെ തന്നെ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് ഈ പുസ്തകം എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് കഴിയുന്നത്ര ആളുകൾ ആ പുസ്തകം കൂടി വാങ്ങണം. DC ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇപ്പം അതിന്റെ 50ാമത്തെ എഡിഷനില് ഈ പുസ്തകവും ഇതും കൂടി, ഈ മയ്യഴിയിലൂടെ എന്നുള്ള D. മനോജിന്റെ ഈ ചിത്ര സഹിതമുള്ള പുസ്തകം കൂടി ഒരുമിച്ച് കോംബോ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. DC ബുക്സ് ആണ് പ്രസാധകൻ. മറ്റൊന്ന്, ഈ വർഷം ആദ്യം ജൂണിൽ വന്ന മാതൃഭൂമിയുടെ കവർ പേജ് ഇതാണ്. മുകുന്ദന്റെ കവർ പേജാണ്. അതിനകത്ത് പ്രസിദ്ധനായ സാഹിത്യകാരനായ അംബികാസുധൻ മങ്ങാടും അതുപോലെ തന്നെ M. മുകുന്ദൻ തമ്മിലുള്ള ഇന്റർവ്യൂ ഉണ്ട്. അത് നിങ്ങൾ ഉറപ്പായിട്ടും വായിച്ചിരിക്കണം. കാരണം ആ ഇന്റർവ്യൂ തന്നെ മയ്യഴിപ്പുഴയുടെ സമുദ്ര കവാടം എന്നാണ് അതിനകത്തൊരു ചോദ്യം ഞാൻ വായിക്കാം. ആ ചോദ്യം ഇങ്ങനെയാണ്: പാരീസിന്റെയും മയ്യഴിയുടെയും ജാരസന്തതിയാണ് ഞാൻ. പല അർത്ഥവിവക്ഷകളുള്ള ഒരു വാക്യമാണത്. മയ്യഴിപ്പുഴ തീരങ്ങൾ എന്ന നോവലും ആ വിധത്തിൽ ഫ്രാൻസിന്റെയും ഈ ദേശത്തിന്റെയും സങ്കര സന്തതിയാണ്. ഈ വാക്യത്തിന്റെ അർത്ഥവിവക്ഷകളെ കുറിച്ച് പറയാമോ എന്ന് അംബികാസുധൻ മാഷ് മുകുന്ദനോട് ചോദിക്കുന്നുണ്ട് ഈ ഇന്റർവ്യൂല്. അംബികാസുധൻ മാഷ് നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ച 2 മത്സ്യങ്ങൾ എന്നുള്ള അതിന്റെ എഴുത്തുകാരനാണ് അംബികാസുധൻ മാഷ്. അപ്പം
മുകുന്ദൻ പറയുന്നുണ്ട്. മുകുന്ദൻ ഇങ്ങനെയാണ് പറയുന്നത്: അത് ഞാൻ എന്നെ തന്നെ അന്വേഷിക്കുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായി ചെയ്തതാണ്. നമ്മുടെ സ്വത്വം എന്നുള്ളത് എന്നെ വല്ലാതെ അലട്ടുന്ന ഒരു സംജ്ഞയാണ്. അത് എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. നോവലിൽ പറയുന്ന പാരീസിന്റെയും മയ്യഴിയുടെയും സമന്വയം അത് വളരെ കാലം മുൻപ് തന്നെ തുടങ്ങിയിരുന്നു. ഞാനൊരു ഫ്രഞ്ച് പൗരനായിരുന്നു. ഫ്രഞ്ച് അക്ഷരമാലയാണ് ആദ്യം പഠിച്ചത്. മുകുന്ദന്റെ വാക്യങ്ങളാണ്. ഫ്രഞ്ച് പൗരന്മാരായ മയ്യഴിയിലെ എല്ലാവരും അക്കാലത്ത് ഫ്രഞ്ച് പഠിക്കുമായിരുന്നു. പിന്നീട് 1954 ഇന്ത്യക്കാരനായി മാറി. അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തെ എല്ലായിടത്തും ഈ ഇരട്ട അഥവാ ദ്വന്ദ്വം കാണാം എന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പൊ 54-ലാണ് മയ്യഴിക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, ഇന്ത്യൻ യൂണിയനിൽ ചേർന്നത്. അതുവരെ ഫ്രഞ്ചുകാരനായിരുന്നു എന്ന് നോവൽ വായിക്കുമ്പോൾ ഉടനീളം നമുക്കത് കാണാം. അപ്പൊ ഈ ഒരു അഭിമുഖം വളരെ പ്രധാനമാണ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സാഹിത്യ ചരിത്രങ്ങളിലും നിങ്ങളുടെ അധ്യാപകരുടെ പക്കൽ ഉണ്ടാവും. ഇപ്പം ആധുനിക സാഹിത്യ ചരിത്ര പുസ്തകങ്ങളിലൂടെ അതിനകത്ത് ഒരു പേജ് മയ്യഴിയെ കുറിച്ചുണ്ട്. അതിനകത്ത് ഒരു വാക്യം ഞാൻ വായിക്കാം. മുകുന്ദന്റെ നോബൽ പ്രപഞ്ചത്തിൽ ഒരു കലാശില്പം എന്ന നിലയിൽ ഖ്യാതി നിലനിർത്തുന്നത് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന കൃതിയാണ്. ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായിരുന്ന മയ്യഴിയിൽ മണ്ണിന്റെ മക്കൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ പോരാട്ടത്തിന്റെ കഥയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേജിൽ ഇതിന്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സാഹിത്യ ദർശനങ്ങളുടെ ഭാരമില്ലാതെ കാവ്യാനുഭൂതി സൃഷ്ടിച്ചുകൊണ്ട് ആഹ്ലാദം പകരുന്ന മനോഹര നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന് പറഞ്ഞിട്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. ആ പുസ്തകം ഇതാണ്, ആധുനിക സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ എന്നത്. അതുപോലെ നോവൽ സാഹിത്യ ചരിത്രം, അതുപോലെ തന്നെ മിക്കവാറും സാഹിത്യ ചരിത്രങ്ങളിലെല്ലാം ഇതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റഫർ ചെയ്യേണ്ട പുസ്തകങ്ങളാണ്. അതുപോലെ തന്നെ മുകുന്ദന്റെ ഇന്റർവ്യൂകളും നെറ്റില് ഒരുപക്ഷെ നമുക്ക് മറ്റൊരു എഴുത്തുകാരനും കിട്ടാത്ത വിധത്തില് ഇതിന്റെ ഒരു ഇതിവൃത്തമൊക്കെ നമുക്ക് നെറ്റിലുണ്ട് കേട്ടോ. അത് നിങ്ങൾ വായിച്ചു നോക്കുന്നത് നന്നാവും. അപ്പം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതെല്ലാം നിങ്ങൾ ഗ്രന്ഥസൂചിയിൽ കൊടുക്കുകയും വേണം. നിങ്ങൾ ഏതൊക്കെയാണോ റഫർ ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾ ഗ്രന്ഥസൂചിയിൽ കൊടുക്കുകയും വേണം എന്നുള്ളതാണ്. അപ്പം ഒത്തിരി കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് വീണ്ടും വീണ്ടും ഒക്കെ പറയാനുണ്ട്. ഇപ്പം ഇതിനകത്ത് ഇത് ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കുക. അതായത് ഈ കുഞ്ഞനന്ദൻ മാസ്റ്റർ എന്ന കഥാപാത്രം എന്നുള്ളത്, അതുപോലെ തന്നെ കുറുമ്പിയമ്മ, ഞാൻ കുറുമ്പിയമ്മയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല എന്ന് തോന്നുന്നു. കുറുമ്പിയമ്മ വെള്ളക്കാരുടെ ആളാണ് എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും ഈ അവസാനം ഒരു മരിക്കുമ്പോഴും ദാസനൊപ്പം തന്നെ കേന്ദ്ര കഥാപാത്രമായി നിൽക്കുന്ന ഒന്നാണ്. പക്ഷെ ദാസനേക്കാൾ കൂടുതൽ ഇതിനകത്ത് വരുന്ന ഒരാളാണ് കുറുമ്പിയമ്മ എന്നുള്ളത്. എപ്പോഴും അവർക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. ദാമോദർ വലിയ കാര്യമായി ദാസനെ എതിർത്തുകൊണ്ടിരുന്നപ്പോഴും കുറുമ്പിയമ്മ എതിർത്തിട്ടില്ല. അപ്പൊ ഒരുപക്ഷെ ഈ നോവലിലെ ആൺ കഥാപാത്രങ്ങളും പെൺ കഥാപാത്രം, ഇതിനകത്ത് സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ വലിയ ദുരിതം അനുഭവിക്കുന്നത് കൂടിയാണ് കേട്ടോ. ഇപ്പൊ സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടായിട്ടും അവർ ഈ പുരുഷന്മാരുടെ തണലിൽ ജീവിക്കുന്ന, അവർക്ക് വേണ്ടി ജീവിക്കുന്ന, അതാണ് അവരുണ്ടാക്കുന്ന കുഴപ്പങ്ങളുടെ എല്ലാം പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അനുഭവിക്കുന്ന ആളുകൾ സ്ത്രീകളാണ്. അപ്പൊ അവരുടെ പ്രതിനിധിയാണ് യഥാർത്ഥത്തിൽ കുറുമ്പിയമ്മ. അവർ അവസാനം മരിക്കുമ്പോഴും വെള്ളക്കാരുടെ കപ്പൽ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പൊ അത് ആ രീതിയിൽ ഉടനീളം ഒരു വലിയൊരു മാറ്റമൊന്നും വരാതെ ഒരു വെള്ളക്കാരുടെ ഒരു അടിമയായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ് എന്നുള്ള രീതിയിൽ. അതുപോലെ കുഞ്ഞനന്ദൻ മാസ്റ്റർ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാന്നേ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ദീർഘമായി പറഞ്ഞതാണ്. അപ്പൊ ഒത്തിരി അങ്ങനത്തെ, അതുപോലെ തന്നെ പപ്പൻ എന്നുള്ളത് ഒരു സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിനിധിയായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം. വാസൂട്ടി എന്നുള്ളത് എക്കാലത്തും നിലനിൽക്കുന്ന കഥാപാത്രമാണ്. സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം ഫ്രഞ്ചിൽ പോയി ജോലിയെടുത്ത് നല്ല പൈസ ഉണ്ടാക്കി വീട് സന്ദർശിക്കുന്നുണ്ട്. ദാസൻ എന്ന കഥാപാത്രം തന്റെ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അവസാനം ചന്ദ്രയെ കല്യാണം കഴിക്കുമ്പോൾ എന്ത് തീരുമാനിക്കുന്നത്? ഒരു സ്കൂളിലെ അധ്യാപകനായിട്ട് മാറാമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു ആവശ്യം വന്നില്ല. കാരണം ചന്ദ്രി ലോകത്തോട് വിട പറഞ്ഞു പോയതുകൊണ്ട്, വീട്ടുകാരുടെ എതിർപ്പിനെ ഭയന്നിട്ടും ഒക്കെ അവര് പോയതുകൊണ്ട് ആ ജോലി പോലും അയാൾക്ക് ആവശ്യമില്ലാണ്ട് വന്നു. അപ്പൊ സഫലമാവാത്ത ഒരു പ്രണയം ഈ നോവലിലുണ്ട്. അതാണ് ഈ നോവലിനെ ആസ്വാദികരമാക്കുന്ന ഒന്ന് എന്നുള്ളത്. നമ്മുടെ അക്കാലത്തെ നോവലിൽ എല്ലാത്തിനും പ്രത്യേക, ചെമ്മീനിലൊക്കെ അതുണ്ട്. അപ്പൊ ആ ഒരു കാലത്തെ പ്രത്യേകത കൂടിയാണ് അത് എന്ന് നമുക്ക് ഇത് ചെയ്യാം. അതിനകത്ത് മറ്റൊരു കാര്യം കൂടി കേട്ടോ. ഈ അവസാനം ഈ ദാസൻ ഒന്നുമില്ലാണ്ടായി മാറും. അപ്പൊ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് ലൈബ്രറി ആട്ടോ, ആ നാട്ടിലെ ലൈബ്രറി. ആ ലൈബ്രറിയിൽ അവിടെ താമസിക്കാനും അവിടെ എത്ര കാലം വേണമെങ്കിലും താമസിക്കാൻ അവര് അനുവാദം കൊടുക്കുന്നുണ്ട്. അപ്പം അതൊരു മുകുന്ദന്റെ ഒരു ആശയം കൂടി ആയിരിക്കും അതെന്നുള്ള കാര്യത്തില് തർക്കമില്ല. അപ്പൊ നമുക്ക് ഏതാണ്ട്
ഒരു 45 മിനിറ്റ് ഞാൻ സംസാരിച്ചു എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ, അതിനകത്ത് ടീച്ചർമാർ ഒത്തിരി പേരുണ്ട്, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് പ്രയോജനകരമായ കാര്യങ്ങളുണ്ട്. ആരും മടിച്ചു നിൽക്കണ്ട, നിങ്ങൾക്കെല്ലാം കൂട്ടിച്ചേർക്കാം. അതുപോലെ അങ്ങനെ പറയുമ്പോൾ നമ്മുടെ മക്കൾക്ക് തന്നെയാണ് അതിന്റെ പ്രയോജനം. അങ്ങനെ നമുക്കൊരു ചർച്ചയാക്കി ഇത് മാറ്റാം. ഞാൻ തൽക്കാലം നിർത്തുന്നു. കൂടുതൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ആ സമയത്ത് ഇടപെട്ട് സംസാരിക്കുന്നതിൽ കുഴപ്പമില്ല. സാറേ, നമ്മുടെ റെഫറൻസ് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഭാഷാഭൂഷണിയുടെ മെയിലക്കം ഈ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് അതിൻ്റെ മെയിലക്കത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി എല്ലാവർക്കും ഉപയോഗപ്പെടുന്നതായിരിക്കും. ഭാഷാഭൂഷണിയുടെ മെയിലക്കം ഇതിൻ്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ മയ്യഴിപ്പുഴയുടെ തീരങ്ങളെപ്പറ്റിയും മുകുന്ദനുമായിട്ടുള്ളൊരു എല്ലാം ഉണ്ട് അതിനകത്ത്. അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നതിന് കിട്ടും. സാർ മാതൃഭൂമിയിൽ അത് പറഞ്ഞതുപോലെ തന്നെ ഭാഷാഭൂഷണിയുടെ മെയിലക്കം. ബാക്കി ഇനി ഏതെങ്കിലും ടീച്ചേഴ്സിനൊന്ന് കൂടുതൽ ഇടപെട്ടെന്ന് പറയാമെന്നുണ്ടെങ്കിൽ അങ്ങനെ. പിന്നെ അത്യാവശ്യം സംശയങ്ങൾ നമ്മൾ ഇപ്പോൾ 1 മണിക്കൂർ അടുപ്പിച്ചാവുന്നു. അത്യാവശ്യം സംശയങ്ങൾ ഇപ്പോൾ സാറിപ്പോൾ സംസാരിച്ചത് ഓരോ കഥാപാത്രങ്ങളെയും ആ നോവലിനെ നമ്മൾ എങ്ങനെ സമീപിക്കണം, ഓരോ കഥാപാത്രങ്ങളുടെ പ്രാധാന്യം, വലിയൊരു നോവലാണ്. അപ്പോൾ ഈ ഒരു പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് സാറ് പരമാവധി അതിനെക്കുറിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നോവലിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ സെമിനാർ അവതരണവുമായി ബന്ധപ്പെട്ടായിരിക്കും ഒരു പക്ഷേ കൂടുതൽ സംശയങ്ങൾ വരാൻ സാധ്യത. അപ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ഒരാൾ ചോദിച്ച സംശയം മറ്റൊരാൾ ചോദിക്കാതിരിക്കുക. അതുപോലെ ടീച്ചേഴ്സിനും എന്തെങ്കിലും ഇതുപോലെ റെഫറൻസിൻ്റെ കാര്യത്തിലോ മറ്റോ എന്തെങ്കിലും ഒന്ന് ഇടപെട്ട് പറയണമെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുക. അജീഷ് മാഷേ നമസ്കാരം. രമ ടീച്ചറാണ്. ഞാൻ ആ നോവല് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. കാരണം നമ്മൾ പണ്ടെപ്പോഴും ഒക്കെ നമ്മുടെ ഒരു ആത്മാവിന്റെ ഭാഗമായിട്ട് കൊണ്ടു നടന്ന ഒരു നോവല് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളുടെ മുന്നിലാവുമ്പോൾ വളരെ രസമുണ്ട്. ഞാനിപ്പോ മാഷ് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം, ഈ നോവലിൽ ശരിക്കും ഒരു അടിമത്തത്തിന്റെ കഥ കൂടിയാണ്. അതായത് മയ്യഴിയിൽ 2 തരം ആളുകളാണുള്ളത്. ഒന്ന് ഫ്രാൻസിനെ അംഗീകരിക്കുന്ന, ഫ്രാൻസിന്റെ അടിമത്തത്തിൽ ഹരം കൊള്ളുന്ന ആളുകൾ. 2 ഫ്രാൻസിന്റെ ഫ്രഞ്ച് അടിമത്തത്തെ എതിർക്കുന്ന ആളുകൾ. 2 തരത്തിലുള്ള ആളുകൾ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവസാനം ഫ്രാൻസ് 1954 ഫ്രഞ്ച് അധീനത്വം ഒഴിവാക്കിക്കൊണ്ട് അവർ കടന്നു പോകുമ്പോൾ ആ കപ്പലിനെ നോക്കി ദുഃഖിച്ചു നിൽക്കുകയും ഒരു മൗന ജാഥ തന്നെ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം, കുറുമ്പിയമ്മയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം തന്നെ അവിടെ ഉണ്ട്. ആ സായിവിന്റെ കുളമ്പടി ശബ്ദം കേട്ടുകൊണ്ട് കേൾക്കാൻ വേണ്ടി കൊതിച്ച് കാതോർത്തിരിക്കുന്ന ആള് എന്നൊക്കെ പറയുമ്പോൾ ആ ഫ്രാൻസിനെ കൃത്യമായിട്ട് ഫ്രഞ്ച് അധീനത്തെ, ആ അടിമത്തത്തെ അംഗീകരിക്കുന്ന ഒരു വിഭാഗവും ആ അടിമത്തത്തെ എതിർക്കാൻ ശ്രമിക്കുന്ന മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം. അങ്ങനെ 2 തരം ആളുകളെ നമുക്ക് അതിനകത്ത് കൃത്യമായിട്ടും കാണാം. ഇപ്പോൾ മാഷ് പറഞ്ഞ കണക്ക് മോഹൻ പറയുന്ന തന്റെ അസ്തിത്വ ദുഃഖം എന്ന് പറയുമ്പോൾ ദാസൻ എന്ന വ്യക്തി ഇതെവിടെ നിൽക്കണമെന്ന് ഒരു കാലത്ത് സംശയപ്പെടുകയും നല്ല ജോലി, ഉയർന്ന ജോലിയൊക്കെ സ്വപ്നം കണ്ടിരിക്കുമ്പോഴും മാസ്റ്ററുടെ ഒരു ഇടപെടലിലൂടെ ശരിക്കും അതൊന്നും വേണ്ട എന്ന് വെച്ച് വിമോചന സമരത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തൊരു വ്യക്തിയാണ്. അപ്പം അവന്റെ അസ്തിത്വ ദുഃഖം എന്ന് പറയുന്നത് ഈ അടിമത്തത്തിൽ നിന്നുള്ളൊരു മോചനം കൂടിയാണ്. അപ്പൊ അങ്ങനെ ഒരു കാഴ്ചപ്പാടുകൂടെ അതിനകത്ത് ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നുന്നു. 2 വെള്ളിയാങ്കല്ല് അതിനെ വളരെ മനോഹരമായിട്ടാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അവിടുത്തെ ഒരു മിത്താണ്. ഒരു മിത്തിനെ എങ്ങനെയാണ് കൃത്യമായിട്ട്, അതായത് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, മുകുന്ദൻ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം ജീവിച്ചിരുന്ന കഥ എഴുതിയ തൻ്റെ 25-ാം വയസ്സിൽ അത് എഴുതി തീർക്കുമ്പോൾ വെള്ളിയാങ്കല്ലിലേക്ക് യാത്ര പോവുക എന്ന് പറയുന്നത് അവിടുത്തെ ഒരു മനുഷ്യരെ സംബന്ധിച്ചും സംഭവ്യമായ ഒരു കാര്യമേ അല്ല. അത് ആത്മാവുമായി ബന്ധപ്പെട്ട അവർക്കെല്ലാം വരികയും പോവുകയും ചെയ്യുന്ന, ആത്മാക്കളെല്ലാം വരികയും പോവുകയും ചെയ്യുന്ന ആ ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ഒരു നിമിഷത്തിൽ തുമ്പികളായി ആത്മാക്കൾ പാർന്നിറക്കുന്ന ഒരു സ്ഥലം ഇവിടെ നോക്കുമ്പോൾ ദൂരെ കാണുന്ന ഒരു തുരുത്താണ്. പക്ഷെ ആ തുരുത്തിൽ ഇന്ന് ആളുകൾ ബോട്ട് വിളിച്ച് പോകുന്നൊരു കാഴ്ചയാണ്. ഈ നോവലിന്റെ വിവർത്തനം വന്നപ്പോൾ ആഫ്രിക്കയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന് പറയുന്ന, അപ്പം കടലിൽ പലയിടത്തും ഇങ്ങനൊരു സ്ഥലമുണ്ട്. ആൾക്കാർ ആദ്യം അപ്രാപ്യമെന്ന് തോന്നിയിരുന്ന പിന്നീട് അവിടെ പറയുന്ന കണ്ണുനീർ തുള്ളി പോലെ എന്നാണ് വെള്ളിയാങ്കല്ലിനെ പറയുന്നത്. നമുക്കറിയാം സമുദ്രശിലയില് അത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് സുഭാഷ് ചന്ദ്രൻ ആ ഒരു പ്രദേശത്തെ ഉൾക്കൊള്ളുന്നുണ്ട്.
അപ്പോൾ ആ ഒരു മിത്ത് അത് കുഞ്ഞിൽ തൊട്ട് കുറുമ്പിയമ്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു മിത്താണ്. അപ്പം അതിനെ ശരിക്കും നമുക്ക് ആ നോവലിന്റെ രണ്ട് ഭാഗങ്ങൾ. പിന്നെ മാഷ് പറഞ്ഞത് എനിക്കൊന്ന് കുട്ടികൾക്ക് കൂടുതൽ ഈ വിമോചന സമരം എന്നൊക്കെ പറയുമ്പോഴും കിട്ടുന്നതിനേക്കാൾ ദാസനും ചന്ദ്രികയും തമ്മിലുള്ളൊരു പ്രണയം, പിന്നെ ദാസന്റെ ഈ ഒരു അതായത് വലിയ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ടൊരു ആദർശത്തിന്റെ പുറകെ പോകുന്നു എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കുന്നതിലും കൂടുതൽ കുട്ടികൾക്ക് ആ പ്രണയത്തിന്റെ ഭംഗി കൃത്യമായിട്ട് കിട്ടും ആ നോവലിന്റെ പല സ്ഥലങ്ങളിലും. അവസാനം അപ്രത്യക്ഷയായി ചന്ദ്രിക അപ്രത്യക്ഷയായി എന്ന് പറയുമ്പോൾ വെള്ളിയാങ്കമ്പലിലെ തുമ്പികൾ പറക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ ഭാവന കൂടിയാണ് കുറച്ചുകൂടെ ഒന്ന് ഉയരുക എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മുടെ സെമിനാറിൽ കയറ്റിയാൽ നന്നായിരിക്കും തോന്നുന്നു. പിന്നെ കുട്ടികൾക്ക് ശരിയാണ്, ഇത് അറിയത്തില്ല എങ്ങനെയാണ് ഒരു സെമിനാർ അവതരിപ്പിക്കുക, അവർക്ക് നോക്കി വായിക്കാനേ അറിയത്തുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ മനസ്സിലാക്കി അടുക്കി പെറുക്കി ഒരു പ്രബന്ധം തയ്യാറാക്കി അതിനെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ എന്തായാലും ഇങ്ങനെ ക്ലാസ് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ സന്തോഷം. നന്ദി ടീച്ചറെ. ഇപ്പോൾ ടീച്ചറിൻ്റെ കൂട്ടിച്ചേർക്കലുകൾ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും അഭിപ്രായം പറയാനുള്ളവർ ഒന്ന് പെട്ടെന്ന് പറയുക. രമ ടീച്ചർ ഭംഗിയായിട്ട് പറഞ്ഞു. അതിൻ്റെ ഒരു നല്ലൊരു ആസ്വാദനം. സാർ, എൻ്റെ പേര് ഇവ എന്നാണ്. ഞാൻ ചെമ്മണ്ണിൽ പഠിക്കുന്ന കുട്ടിയാണ്. എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സെമിനാർ കോമ്പറ്റീഷന് പോകുന്നത്. അപ്പം കൃത്യം 7 മിനിറ്റിൽ അത് അവിടെ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളപ്പം ഏതൊക്കെ കാര്യങ്ങളാണ് അവിടെ സെമിനാറിൽ പറയാനുള്ളത്? മോളെ, അത് നല്ല ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ ഒരു പ്രബന്ധം തയ്യാറാക്കുമ്പം തീർച്ചയായും അതിന്റെ പേജ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് വിപുലമായിട്ട് എഴുതി തയ്യാറാക്കി എടുക്കാം, പ്രയാസമില്ല. എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് ഒരു 10 പേജ് കൂടുതലൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഒരു ഹൈസ്കൂളിലെ പ്രബന്ധമല്ലേ. പക്ഷെ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അവതരിപ്പിക്കാനുണ്ടാവില്ല. അവതരിപ്പിക്കാനുള്ള സമയം 7 മിനിറ്റേ ഉള്ളൂ. അപ്പൊ അതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നിങ്ങൾ ഇപ്പൊ സൈഡ് ഹെഡിങ് കൊടുത്ത് എഴുതുന്നുണ്ടാവുമല്ലോ. അപ്പൊ ആ പ്രസക്തമായ ഭാഗങ്ങളാണ് നിങ്ങൾ അവതരിപ്പിക്കുക. അപ്പൊ അതിനകത്ത് നിങ്ങൾ വായിക്കേണ്ട എഴുതി ഒരിക്കലും ഇത് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇത് പൂർണ്ണമായും ഇപ്പൊ നിങ്ങൾ മാഷോട് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പം മാഷ ഒരു പ്രബന്ധം എഴുതിക്കൊണ്ടൊന്നും വായിക്കുമല്ലോ ചെയ്തത്. എന്നാൽ ചില ഭാഗങ്ങളൊക്കെ ഞാൻ നോവൽ നോക്കിയിട്ടും അവിടെ എവിടെയൊക്കെ ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് നോക്കി ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ നോവലിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പ്രത്യേകം നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. മറ്റു ചില റഫറൻസുകൾ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ വല്ല റഫറൻസ് ഇപ്പം അദ്ദേഹം നമ്മുടെ ഉണ്ണിസാറ് പറഞ്ഞ അടക്കമുള്ള സംഭവങ്ങൾ, ചില റഫറൻസ് അതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ വായിച്ച് കേൾപ്പിക്കാം. പിന്നെ നിങ്ങളുടെ ഓരോന്നിനെ കുറിച്ചുള്ള നിങ്ങളുടെ ആർഗ്യുമെന്റ്സ് ഉണ്ട്. ആ ആർഗ്യുമെന്റ്സ് നിങ്ങൾ പറയുന്നതാണ് നല്ലത്, നിങ്ങളുടേതായ ഭാഷയിൽ പറയുന്നതാണ്. അപ്പം ഇനി ഒരിക്കലും മാഷിങ്ങനെ പറയുമ്പം ഇത് ഒരിക്കലും അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റില്ലെന്നിരിക്കട്ടെ, നിങ്ങൾ നോക്കി വായിച്ചോളൂ, പ്രയാസമില്ല. അല്ലാണ്ട് അവിടെ നിന്ന് ഒന്നും പറയാണ്ടെങ്കിൽ ഇറങ്ങിപ്പോരേണ്ട കാര്യമൊന്നുമില്ല. ഒരു വലിയൊരു അപകടമായിട്ടൊന്നും അല്ല മാഷ് പറയുന്നത്. പക്ഷെ എന്താണ്, നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്നത് ഈ രീതിയിലാണ്. അപ്പം ചിലതൊക്കെ നമുക്ക് എങ്കിൽ പോലും നോവൽ ഭാഗവും മറ്റ് റഫറൻസിൽ നിന്നുള്ള ഭാഗമൊന്നും നിങ്ങൾ കാണാണ്ട് പിടിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങൾക്ക് നോക്കി വായിക്കാം. പക്ഷെ അതിനിടയിലുള്ള വിശദീകരണങ്ങളുണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ രമ ടീച്ചർ മനോഹരമായി പറഞ്ഞില്ലേ, ടീച്ചറുടെ മനസ്സിൽ നിന്നാണ് ആ സംഭവം എല്ലാം വരുന്നത്. ആ രീതിയിൽ നമുക്ക് പറയാൻ പറ്റണം. ആ ഒരു ശേഷി നമ്മൾ കൈവരിക്കണം. അപ്പൊ അതിന് നിങ്ങളൊന്ന് ശ്രമിച്ചാൽ ചിലപ്പോൾ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ആ അവതരണത്തിന് വേണ്ടിയിട്ടൊരു തയ്യാറെടുപ്പ് നമുക്ക് ആവശ്യം. അപ്പൊ ഒരു പ്രബന്ധ സംഗ്രഹം ഉണ്ടാവും നല്ലതാണ്. പ്രസക്തമായ പോയിന്റ്സ് വെച്ച് നിങ്ങൾ ടീച്ചർമാർ നിങ്ങളെ സഹായിക്കും. പ്രസക്തമായ പോയിന്റ്സ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആർഗ്യൂ ചെയ്ത് തന്നെ പറയണം. അങ്ങനെ നിങ്ങളുടെ അവതരണം മെച്ചപ്പെടാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് മാഷ് ഒരു പ്രബന്ധം എന്നും പിന്നെ മറ്റൊന്ന് പ്രബന്ധ സംഗ്രഹം എന്നും പറഞ്ഞത്. അപ്പം അതിനകത്ത് നിങ്ങൾ അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് മതി. ഒരു 7 മിനിറ്റേ ഉള്ളൂ. 7 പോയിന്റ്സ് കൂടുതൽ നമുക്ക് പറയാനും കഴിയില്ലല്ലോ. 1 മിനിറ്റ് വെച്ച് പറഞ്ഞാൽ പോലും അത്രയും ഉണ്ട് എന്നുള്ളത്. അപ്പൊ എന്തായാലും അതൊന്ന് നിങ്ങൾ നിങ്ങളുടെ ടീച്ചർമാരുമായിട്ടൊന്ന് ചർച്ച ചെയ്തിട്ട് ഈ പ്രബന്ധം നിങ്ങൾ എഴുതി തീർക്കുക.
എന്നിട്ട് ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. അങ്ങനെ ഒരു പ്രബന്ധ സംഗ്രഹം നിങ്ങൾ തയ്യാറാക്കിയാൽ നന്നാവും. താങ്ക് യു സർ. അടുത്തത് നമുക്ക് കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സദസ്സിനോട് സമ്മതിക്കുന്ന തരത്തിൽ തന്നെ ഒരു പ്രബന്ധം എന്ന് തയ്യാറാക്കുക, അതാണ് സാർ ഉദ്ദേശിച്ചത്. മനസ്സിലായി സർ. അടുത്ത ആൾക്കാർ സാറേ, എൻ്റെ പേര് ജോസ്മരി എന്നാണ്. ഇവിടെ സ്കൂളാണ് പഠിക്കുന്നത്, GPSസിലാണ് പഠിക്കുന്നത്. സാറേ, നമ്മളൊരു പ്രബന്ധം എഴുതുമ്പോൾ എത്ര ടൈം നമുക്ക് എന്തോരം കിട്ടും? എത്ര ടൈമിൽ നമ്മളിത് എഴുതി തീർക്കണം? ഉണ്ണിസാർ, നമ്മുടെ അവതരണം എന്നായിരുന്നു? നമ്മുടെ ഉണ്ണിസാറിന് പറയാൻ പറ്റുമോ അതിൽ? അതെ. ഇപ്പോൾ സ്കൂൾ തലത്തിൽ ജൂലൈ 25 പറഞ്ഞിരിക്കുന്നത്. സ്കൂൾ തലത്തിൽ ജൂലൈ 25, പിന്നെ ആഗസ്റ്റ് 10 സബ് ജില്ലാതലം, ആഗസ്റ്റ് 17 നമ്മുടെ ജില്ലാതലം. ആ രീതിയിലാണ് അതിൻ്റെ സമയക്രമം. അതൊക്കെ നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ സർക്കുലറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നിങ്ങൾക്ക് എല്ലാവരും പിന്നെ നോവല് നിങ്ങൾ ഈ അവതരണത്തിനോടൊപ്പം തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവും കൂടെ ഉണ്ടാവും, ഒരു അഭിമുഖവും കൂടെ ഉണ്ടാവും. അതും കൂടെയാണ് പറയുന്നത്. കാരണം നിങ്ങൾ ആ നോവലുമായിട്ട് എത്രത്തോളം പരിചയം ഉണ്ട് എന്ന രീതിയിലൊരു പരിശോധന കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. നിങ്ങളുടെ പ്രബന്ധം അവതരണം, അതിനോടൊപ്പം തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു അഭിമുഖവും കൂടി ഉണ്ടാവും. എൻ്റെ ജഡ്ജസായിട്ടുള്ള ആ ടീച്ചേഴ്സ് നിങ്ങൾ ഒരു അഭിമുഖവും കൂടി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത്ര എഴുതി തയ്യാറാക്കാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ സ്കൂൾ തലത്തിലൊക്കെ പിന്നെ സ്കൂൾ തലത്തിൽ നടത്തി തന്നെ എടുക്കുന്ന സ്കൂളുകളുണ്ട്, അല്ല തിരഞ്ഞെടുക്കുന്ന സ്കൂളുകളുണ്ട്. അതെങ്ങനെയായാലും നിങ്ങൾക്ക് അതിനുള്ളൊരു സമയം കിട്ടും, എഴുതാനുള്ളൊരു സമയം കിട്ടും. നടത്തി തന്നെ എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ടീച്ചേഴ്സും ഈ ഗ്രൂപ്പിലുള്ളതുകൊണ്ട് അപ്പോൾ നിങ്ങൾ ആ എഴുതി തയ്യാറാക്കി, നമുക്ക് ഈ ഒരു സമയമുണ്ട്, ഈ സമയത്തിൻ്റെ അകത്ത് തന്നെ നിങ്ങളത് എഴുതി തയ്യാറാക്കിയാൽ മതിയാവും. ഈ പറഞ്ഞ പോലെ ഇത്ര പേജ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവതരണ സമയം മാത്രമാണ് നമ്മൾ 7 മിനിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഒരു പ്രബന്ധം നമുക്കവിടെ തരേണ്ടി വരും. നിങ്ങൾ എഴുതുന്ന പ്രബന്ധം നമുക്കവിടെ തരണം. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി വേണമെങ്കിൽ നിങ്ങൾ എടുത്ത് വെച്ചോളുക. കാരണം നമുക്കത് പിന്നീടായിരിക്കും ചിലപ്പോൾ ഒന്ന് വാല്യൂ ചെയ്തെടുക്കുക. അപ്പോൾ എഴുതുന്ന പ്രബന്ധം നിങ്ങളവിടെ തരണം. അതിൻ്റെ ഒരു കോപ്പി വേണമെങ്കിൽ നിങ്ങൾ എടുത്ത് വെച്ചോളുക. പിന്നെ ഒരു സംഗ്രഹമായിട്ടുള്ള എഴുതി സാറ് പറഞ്ഞതുപോലെ അവതരിപ്പിക്കുക. നമ്മുടെ ഈ സമയമുണ്ട്. അതിൻ്റെ വ്യക്തമായിട്ട് അത് ഓരോ സബ്ജക്റ്റിലേക്കും കൊടുത്തിരിക്കുന്ന കട്ട് ഓഫ് ഡേറ്റുകളാണ്. അതിനനുസരിച്ച് അതിൻ്റെ എന്തായാലും ആഗസ്റ്റ് മാസത്തിലെ 2ാമത്തെ ആഴ്ചയ്ക്കകത്ത് കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എത്രയും പെട്ടെന്ന് നിങ്ങളൊന്ന് വായിച്ചു തീർക്കുക. ചില കുറിപ്പുകൾ വായിച്ചു പോകുമ്പോൾ തന്നെ ചില ഭാഗങ്ങളൊക്കെ നോട്ട് ചെയ്ത് പോവുക. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, പരിസ്ഥിതി, അതിനകത്ത് വിശ്വാസം, ഐതിഹ്യം, അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ട് വരുന്ന കാര്യങ്ങൾ, ചർച്ചകൾ, അതൊക്കെ നിങ്ങൾക്ക് എഴുത്തിനകത്തേക്കും പറ്റും. അപ്പൊ പിന്നെ ആ പേജ് നമ്പർ മാത്രം നോക്കി പോയാലും മതിയാവും. ആ പേജ് നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ, അതൊന്ന് കുറിച്ച് വെച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ആ പേജ് കൃത്യമായിട്ട് വായിച്ചാലും മതിയാവും. അപ്പൊ ആഗസ്റ്റ് 10 വരെയൊക്കെ എന്തായാലും നിങ്ങൾക്ക് സമയമുണ്ട് ഈ പ്രബന്ധം എഴുതി പൂർത്തിയാക്കാൻ. പക്ഷെ ഒരു ആഗസ്റ്റ് 5 പൂർത്തിയാക്കുകയും ഒന്ന് പ്രബന്ധ സംഗ്രഹം ഇറക്കുകയും പിന്നെ 2-3 ദിവസം നമ്മളൊന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അവതരിപ്പിച്ചൊക്കെ നോക്കുന്നു നന്നാവും. നിങ്ങളുടെ ടീച്ചറുടെ അടുത്തും നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ അടുത്തും ഒക്കെ ഒന്ന് അവതരിപ്പിച്ചാൽ നന്നാവും. അനിയന്മാരെയൊക്കെ ഒന്ന് വിളിച്ചിരുത്തിയൊരു, കാരണം അതൊരു നമ്മുടെ ഒരു ശേഷി വർദ്ധിപ്പിക്കുക. അന്നിട്ട് നിങ്ങൾ സ്റ്റേജിൽ വന്ന് അവതരിപ്പിച്ചു നോക്കി, അപ്പോൾ കുറച്ചും കൂടി മെച്ചപ്പെടുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇനി എന്നിട്ട് നിങ്ങൾ സബ് ജില്ലയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾ ജില്ലയിലോട്ട് എത്തുമ്പോഴത്തേനും പിന്നെയും ഇവിടുന്ന് വിദ്യാരംഗത്തിന്റെ സപ്പോർട്ട് ഉണ്ടാവും. അപ്പം ആ മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാവും. അതിനനുസരിച്ച് അത് ഒന്നും കൂടി മെച്ചപ്പെടുത്തി എഴുതാം. അവതരണം വീണ്ടും നടത്തി നോക്കാം. അങ്ങനെ നമ്മൾ ജില്ലയിൽ അവതരിപ്പിക്കുന്നു. ജില്ലയിൽ തിരഞ്ഞെടുക്കുന്ന കുട്ടികൾ വീണ്ടും അത് മെച്ചപ്പെടുത്തിക്കൊണ്ട് സ്റ്റേറ്റിലോട്ട് നമുക്ക് പോകാൻ പറ്റും. സ്റ്റേറ്റിൽ എത്തുമ്പോഴത്തേനും നമുക്ക് ഒത്തിരി സാധ്യതയാണ്. അവിടെ ഒത്തിരി ആളുകൾ ഇതിനെക്കുറിച്ച് നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഒത്തിരി ചിലപ്പോൾ മുകുന്ദനെ തന്നെ നമുക്ക് നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടാവും. അത് വലിയൊരു അവസരമാണ്. അപ്പം അത് ഒക്കെ നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സാർ പറഞ്ഞ പോലെ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. മുകുന്ദനെ ആ സെമിനാറിന് കൊണ്ടുവരാനുള്ളൊരു പദ്ധതി ഇടുന്നുണ്ട്.
ഒരു ശ്രമം നടത്തുന്നുണ്ട്. മുകുന്ദനെ നേരിട്ട് മുകുന്ദൻ വന്ന് കുട്ടികൾക്ക് അതിനെ നോവലിനെ പറ്റി പറയുന്ന തരത്തിൽ ഒരു ക്ലാസ് എടുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച്. അപ്പോൾ സാറ് പറഞ്ഞത് നിങ്ങൾ ഈ ഡേറ്റ് പറഞ്ഞത് കട്ട് ഓഫ് ഡേറ്റ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് ഓരോ സബ് ജില്ലയിലെയും അവിടുത്തെ സബ് ജില്ലാ ഭാരവാഹികളും അതുപോലെ തന്നെ അവരുടെ ഇതിനനുസരിച്ച് ഡേറ്റ് തീരുമാനിക്കും. അതൊരു കട്ട് ഓഫ് ഡേറ്റ് മാത്രമാണ്. സൗകര്യപ്രദമായ ഡേറ്റ് ആയിരിക്കും അവർ തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ആഴ്ച ഈ മാസത്തോടു കൂടി തന്നെ അതിൻ്റെ ഒന്ന് തയ്യാറാക്കി വെച്ചോളുക. ശരി, അടുത്ത ആൾ പെട്ടെന്ന് ചോദിച്ചു തീർക്കാം. സാർ, എൻ്റെ പേര് ശ്രേയ അനിൽ. ഞാൻ SNHS നങ്കി സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിനിയാണ്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നമ്മളിപ്പം ഈ സെമിനാറിന് തയ്യാറായി വരുമ്പോൾ ആകെ പ്രബന്ധം മാത്രം തയ്യാറാക്കിക്കൊണ്ട് വന്നാൽ മതിയോ, അതോ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലൈഡുകളോ ചാർട്ടോ എന്തെങ്കിലും കൊണ്ടുവരേണ്ടതുണ്ടോ? അല്ല, അത് സ്ലൈഡുകൾ എന്തായാലും വേണ്ട. കാരണം അങ്ങനെയൊന്ന് നമ്മൾ നിങ്ങളുടെ വാചികമായ അവതരണമാണ്. പിന്നെ ഈ ചില ചിത്രങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് കാണിച്ചുകൊണ്ടൊക്കെ പറയും. ഇപ്പം മൂപ്പൻ സാഹിബിന്റെ ബംഗ്ലാവോ അല്ലെങ്കിൽ നെറ്റിൽ നിന്നൊക്കെ നിങ്ങൾ എടുത്ത് അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ, അതും അമിതമാവുന്നത് ഉചിതമല്ല. നിങ്ങളുടെ വാചികമായ അവതരണത്തിനാണ് പ്രാധാന്യം. നിങ്ങൾ എത്രമാത്രം നന്നായി അത് അവതരിപ്പിക്കുന്നു എന്നത് തന്നെയാണ്. ഉറപ്പായിട്ടും സ്ലൈഡുകളെ നിരുത്സാഹപ്പെടുത്തുന്നു കേട്ടോ. അത് കമ്പ്യൂട്ടറിൽ ചെയ്തുകൊണ്ട് പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള അവതരണം നിരുത്സാഹപ്പെടുത്തുന്നു. അത് പാടില്ല എന്ന് തന്നെയാണ് നിർദ്ദേശം, അല്ലേ സാർ? അങ്ങനെയല്ലേ? സാറേ, അത് സാർ സംസാരിച്ചുകൊണ്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് പറയാൻ വെച്ചാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നിങ്ങളിങ്ങനെ അവതരിപ്പിച്ചുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും അവിടെ ഉണ്ടാവില്ല. അവതരിപ്പിച്ച് കൂടാ എന്ന് പറയുന്നില്ല, പക്ഷേ ഈ 7 മിനിറ്റിനകത്ത് നിങ്ങൾ രണ്ടും കൂടെ നടക്കില്ല. അപ്പോൾ അത് അവതരിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല. ഈ സാറ് പറഞ്ഞതുപോലെ നിങ്ങളുടെ വാചികമായ അവതരണം, അതുപോലെ ചിത്രമൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് ഒട്ടിച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്ന് ഉയർത്തി കാട്ടിയാൽ മതിയാവും. സ്ലൈഡ് രൂപത്തിൽ പ്രസൻറ്റേഷൻ ചെയ്യുന്നതിനെ അത് സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ച വന്നായിരുന്നു. പരമാവധി നിരുത്സാഹപ്പെടുത്തുക എന്ന് തന്നെയാണ് അവിടെ എൻ്റെ ഒരു ചർച്ച വന്നിരിക്കുന്നത്. സാർ, അപ്പം ഈ നിങ്ങൾ സെമിനാർ അവതരിപ്പിച്ചതിന് ശേഷമാണോ നിങ്ങൾക്ക് അത് കൈമാറുന്നത്? അതിന് മുന്നേ നിങ്ങൾ മേടിക്കുമോ അത്? ഇല്ല, നിങ്ങൾ സെമിനാർ അവതരിപ്പിച്ചതിന് ശേഷം തന്നാൽ മതിയാവും. അപ്പോൾ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ കയ്യിലത് വേണം. അത് കഴിഞ്ഞിട്ട് നമ്മളത് മേടിക്കും, പ്രബന്ധം മേടിക്കും. ഓക്കെ ഉണ്ണി സാറേ, അജീഷ് സാറേ, ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തോട്ടെ. തീർച്ചയായും. കുട്ടികളോടാണ്, മക്കളെ നിങ്ങൾ എഴുതുമ്പോൾ ശരിക്കും മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ നോവലാണ്, വലിയ നോവൽ തന്നെയാണ്. മുകുന്ദൻ പോലും പറഞ്ഞിട്ടുണ്ട്, നോവലിന് 50 വയസ്സ്, അതിനകത്ത് ദാസൻ 75 വയസ്സ്, എനിക്കിപ്പോൾ 80 വയസ്സ്, പക്ഷെ എന്നെ കൊണ്ട് ഇനി മയ്യഴിപ്പുഴയുടെ തീരങ്ങളെ കവച്ചു വയ്ക്കുന്ന ഒരു നോവൽ എഴുതാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും ബൃഹത്താണ്. അതിനകത്ത് ഇപ്പൊ മാഷ് പറഞ്ഞ കണക്ക് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ പരിസ്ഥിതിയുണ്ട്, പുഴയുണ്ട്. പുഴ എന്ന് പറയുന്നത് നമുക്കറിയാം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ കാലത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ പറയുന്നുണ്ട്. മാഷ് പറഞ്ഞ കണക്ക് അച്ചു എന്ന് പറയുന്ന ഗുണ്ട രൂപം മാറി നല്ലവനാകുന്നുണ്ട്, വാസൂട്ടി അവിടെ പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഈ പുഴ ഒഴുകുന്ന പോലെ ഒത്തിരി കാര്യങ്ങൾ മാറുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു മിത്തുണ്ട്, അതിനകത്ത് കുറെ ദേശം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ അതിനകത്ത് ചന്ദ്രികയും ദാസനും തമ്മിലുള്ളൊരു പ്രണയമുണ്ട്, അതിനകത്തൊരു വിമോചന സമരമുണ്ട്. അപ്പൊ ഇതില് എല്ലാം കൂടി നിങ്ങൾ എടുത്ത് ഒരു സെമിനാർ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഇപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് MA-ക്കൊക്കെ പഠിക്കുമ്പോൾ ഈ നോവലൊക്കെ പഠിക്കാൻ വരുമ്പോൾ നിറച്ച് ചെറിയ ചെറിയ വിഷയങ്ങളാക്കി തന്നാൽ പോലും നമുക്ക് സംസാരിക്കാൻ 2-3 മണിക്കൂർ സംസാരിച്ചാൽ തീരാത്ത അത്രയുമുണ്ട്. അപ്പൊ കുട്ടികളെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വായനയിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന കുറേ ഹെഡിങ്ങുകളിലേക്ക് മയ്യഴിപ്പുഴയുടെ തീരങ്ങളെ മാറ്റുക എന്നുള്ളതാണ്. അതിന് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ സഹായിക്കും. അപ്പം നിങ്ങൾക്ക് എന്താണോ നന്നായിട്ട് പറയാൻ കഴിയുക, അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പം മുകുന്ദനും എന്നും കൂടിയുണ്ട്, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലും മുകുന്ദനും. അപ്പം മുകുന്ദൻ അതിനകത്ത് പറയുന്നുണ്ട്, മുകുന്ദൻ ഫ്രഞ്ചാണ്, ഫ്രഞ്ച് മുകുന്ദനാണ് എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം ജനിച്ചത് ഫ്രാൻസിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വരച്ചു വെച്ചിരിക്കുന്ന, അതായത് നമ്മൾ നോവലിസ്റ്റിനെയാണ് പഠിക്കുക, അദ്ദേഹം വരച്ചു വെച്ചിരിക്കുന്ന ഒരു കഥയുണ്ട്. ആ കഥയെ ആവിഷ്കരിച്ച ഒരു ഭാഷയുണ്ട്, അതിൻ്റെ ഒരു ആവിഷ്കരണ രീതിയുണ്ട്. അതായത് മിത്തുകൾ ചേരുന്നു, കുറച്ച് പഴയ കാര്യങ്ങൾ വരുന്നു, കുറച്ച് പുതിയ കാര്യങ്ങൾ വരുന്നു, അങ്ങനെ അത് ചേരുന്നുണ്ട്. അപ്പം ഇങ്ങനെ അതിനകത്തൊരു പ്രകൃതിയുണ്ട്, അതിനകത്ത് കുറേ കഥാപാത്രങ്ങളുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന കുറേ കാര്യങ്ങൾ, അല്ലാതെ ഇത് മുഴുവൻ എടുത്ത് നമുക്ക് ഒരിക്കലും ഒരു മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ സെമിനാർ അവതരിപ്പിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ
ഈ വർഷം ആദ്യം കണ്ണൂരില് മുകുന്ദന്റെ ഇതിന്റെ 50 വർഷങ്ങൾ മുകുന്ദന്റെ ഒരു സാംസ്കാരിക പരിപാടി നടക്കുമ്പോൾ എത്രയോ ദിവസങ്ങൾ കൂടി ചെന്നിട്ടാണ് ഇരുന്നിട്ടാണ് എത്രയോ സെമിനാറുകളിലാണ് മുകുന്ദൻ എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റിനെ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയും. അപ്പൊ അങ്ങനെ മുഴുവനുമായും അടയാളപ്പെടുത്താമെന്ന് കുട്ടികൾ വിചാരിക്കേണ്ട. അങ്ങനെ വൈഡായിട്ട് ചിന്തിച്ചാൽ നമ്മുടെ ഈ സെമിനാർ പ്രബന്ധം അങ്ങ് വല്ലാണ്ട് വലുതായി പോവുകയും അതിനകത്ത് കണ്ടന്റ് ഇല്ലാതായി പോവുകയും ചെയ്യും. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം മാഷ് പറഞ്ഞാലൊക്കെ ഒരു 7 പോയിന്റ്. അപ്പൊ ആ 7 പോയിന്റിൽ മാത്രം ഊന്നിക്കൊണ്ട് അത് ഒരു സ്കൂളിലെ കുട്ടി എടുക്കുന്ന 7 പോയിന്റ് ആയിരിക്കില്ല അടുത്ത കുട്ടി എടുക്കുന്നത്. നിങ്ങളോട് ആ കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചോദിക്കും. നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാവും ചോദ്യം ചോദിക്കുക. അപ്പൊ അതിനെക്കുറിച്ച് വ്യക്തമായി പറയാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾ ആ നോവലിനെ വായിച്ചിരിക്കണം. ഇപ്പം അസ്തിത്വ ദുഃഖം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് അത് നന്നായിട്ട് മനസ്സിലാവുമോ എന്നറിയത്തില്ല. മുകുന്ദന്റെ നോവൽ എഴുതിയ കാലം തന്നെ അതാണ്. അസ്തിത്വ ദുഃഖത്തെ കുറിച്ച് നോവലുകൾ വന്നൊരു കാലമാണ്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ അത് ഉപേക്ഷിക്കുക, അടുത്തൊരു കാര്യം എടുക്കുക. അങ്ങനെ നിങ്ങളെ കൊണ്ട് ഓരോരുത്തരും, നമുക്കെല്ലാം വ്യത്യാസങ്ങളുണ്ട്, ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിൽ അതിനെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളെ വിട്ടുപോകാതെ ഒരു 7 കാര്യങ്ങൾ ആക്കി മാറ്റിക്കൊണ്ട് 7 മിനിറ്റ് ഓരോ മിനിറ്റിലും ഓരോ കാര്യം അവതരിപ്പിക്കുന്ന രീതിയിൽ ചെയ്യുക. പ്രബന്ധം ഭംഗിയായിട്ട് എഴുതുക, എഴുതിയ പ്രബന്ധം കൊടുക്കുക. അതും കൂടെ വിലയിരുത്തിക്കൊണ്ട് മാത്രമേ നിങ്ങളോട് ചോദിക്കത്തുള്ളൂ. പക്ഷെ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടാകണം. അത് ചോദിക്കുമ്പോൾ അറിയാൻ വയ്യാതെ നിന്നാൽ നമ്മുടെ മാർക്ക് നഷ്ടപ്പെടുന്നു കൂടി ഓർക്കുക. ശരി, ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സമയമായതുകൊണ്ട് ഇനിയിപ്പം അല്ലേ കുട്ടികൾ മടുത്തിട്ടുണ്ടാവും. കുറച്ച് പേര്, അധികം പേരുണ്ട്. ഇപ്പോൾ തന്നെ അവസാനം 48 പേര് ഉണ്ട്. അപ്പം നമുക്ക് ഏകദേശം ഒരു ധാരണ, നോവലിനെ പറ്റിയൊക്കെയുള്ള ഒരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ട്. ഒരു പ്രബന്ധ അവതരണത്തിനെ പറ്റിയുള്ള ഏകദേശ ധാരണ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഒരു നന്ദി പറയുവാനായിട്ട് സോജൻ സാറോ അമാനുള്ള സാറോ ഉണ്ടെങ്കിൽ. രണ്ടുപേരും ഇല്ല എന്ന് തോന്നുന്നു. സോജൻ സാറോ അമാനുള്ള സാറോ ഇല്ല എന്ന് തോന്നുന്നു. രമ ടീച്ചറെ, ഒരു നന്ദി പറയാമോ? ഞാൻ തന്നെ പറയാനോ? അല്ല, കിട്ടിയില്ല, ബാക്കി ആരും ഇല്ലാന്ന് തോന്നുന്നു. അതാണ്. ഏറ്റവും സ്നേഹാദരനായ അജേഷ് മാഷ് സാറ്, ഉണ്ണി സാറ്, പ്രിയപ്പെട്ട സഹാധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, എന്തായാലും വളരെ സന്തോഷം തോന്നുന്നു. നമ്മുടെ വിദ്യാരംഗം ഇങ്ങനെയുള്ള പുതിയ കാൽവെപ്പുകൾ നടത്തുമ്പോൾ ശരിക്കും ഒരു സെമിനാർ, എത്രയോ സെമിനാറുകൾ സ്കൂളിലൊക്കെ നടക്കുന്നു, എന്തൊക്കെയോ വിഷയങ്ങളെക്കുറിച്ച് നടക്കുന്നു, ശാസ്ത്രം, അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ട് സെമിനാറിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ ഒരാൾ വന്നിരിക്കുക, അതിൻ്റെ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുക, ഇതൊക്കെ നമുക്ക് കിട്ടിയൊരു ഭാഗ്യം തന്നെയാണെന്ന് തോന്നുന്നു. എത്ര പറഞ്ഞാലും മടുക്കാത്തതാണ് ഞങ്ങളെ സംബന്ധിച്ച്. ഞങ്ങൾക്കൊക്കെ മലയാളം വായിച്ചതും പറഞ്ഞതും ഒക്കെ, പണ്ടെപ്പോഴും വായിച്ചതും പറഞ്ഞതും മറന്നുപോയതും ഒക്കെയായ കാര്യങ്ങളെ ഓർമ്മിപ്പിക്കാൻ അത് ഒരു പുതിയ തലമുറയുടെ കൈ പിടിച്ചുകൊണ്ടാകുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കുട്ടികളിലാണ് ഞങ്ങൾക്ക് എല്ലാ പ്രതീക്ഷയും ഉള്ളതെന്ന് പറയാറുണ്ട്. അപ്പം നിങ്ങളുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ കൊച്ചുകുട്ടികളുടെ കൂടെ ഇരുന്ന്, പ്രത്യേകിച്ച് ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ കുട്ടികൾ എപ്പോഴും ഞാൻ പറയും, കണ്ണിൽ കൗതുകമായിട്ട് ഇരിക്കുമ്പോൾ മാത്രമേ കവിതയും കഥയൊക്കെ ക്ലാസ്സിൽ വിരിഞ്ഞു വരത്തുള്ളൂ എന്ന്. അപ്പം മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ പോലെയുള്ള ഒരു മനോഹരമായ കാവ്യം, ശരിക്കും ഒരു ഗദ്യ കാവ്യം എന്നാണ് പറയുക. അത് ചില സ്ഥലങ്ങളിലൊക്കെ ഭാഷയൊക്കെ കടുകട്ടിയായി പോകുമെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ അത് വളരെ സോഫ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കൃതിയെക്കുറിച്ച് ഇങ്ങനെ വന്നിരുന്ന് നമ്മളോട് ഇത്രയും ആധികാരികമായി പറയാനും വളരെ സ്നേഹത്തോടെ പറയാനും, അത് മലയാളത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്, വളരെ സ്നേഹത്തോടെ സംസാരിക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പം നമുക്കിങ്ങനെ അജീഷ് മാഷിനെ കുറച്ച് നേരത്തേക്ക് കിട്ടിയതിൽ നമ്മുടെ വിദ്യാരംഗം, ഇടുക്കി വിദ്യാരംഗത്തിൻ്റെ പേരിലുള്ള എല്ലാ നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. ഇനിയും കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ആയിട്ട് മാഷ് ഇനിയും ഞങ്ങളുടെ ഒപ്പം കൂടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അറിവുകൾ പങ്കുവയ്ക്കപ്പെടുക എന്ന് പറയുന്നത്, ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ വായിക്കാത്ത എത്രയോ കുട്ടികൾ ഉണ്ട്, ഇപ്പോൾ വായിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഒരു പ്രചോദനമാണ്. നമ്മൾ ഇങ്ങനെ പറയുന്നു, നമ്മളൊരു കാലത്ത് ഇത് വായിച്ചിട്ടും നമ്മുടെ അധ്യാപകർ തന്നിട്ടും ഒക്കെ ആണല്ലോ. അപ്പോൾ അതേപോലെ നാളെ ഇവർ തിരിച്ചറിയും എന്തൊക്കെയാണ് ഇവർക്ക് ഈ കിട്ടുന്നത് എന്ന്. നിങ്ങൾ തിരിച്ചറിയുന്നൊരു കാര്യം വരും മക്കളെ. അപ്പോൾ അന്ന് ഈ അജീഷ് മാഷിനെയൊക്കെ നമുക്കിങ്ങനെ ഓർക്കാം, ഞങ്ങൾക്ക് മാഷ് പറഞ്ഞു തന്നല്ലോ എന്ന്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്.
ഒപ്പം ഇത്രയും നേരം ഇരുന്ന ഈ കുട്ടികൾ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞങ്ങളിത് ആസ്വദിച്ച് മിണ്ടാതിരുന്ന് വായിച്ച് എഴുന്നേറ്റ് പോയാൽ മതി. ഒച്ചത്തിൽ സംസാരിക്കുന്നത് പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനു വേണ്ടി വന്നിരുന്ന നിങ്ങൾക്ക്, പിന്നെ ഇത്രയും അധ്യാപകർക്ക്, അവരാണ് ഇതിൻ്റെയൊക്കെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. കുട്ടികളെ ഇങ്ങനെ നിവർത്തി നിർത്തുന്നതിൽ, പ്രത്യേകിച്ച് ഇനി മയ്യഴിപ്പുഴയുടെ തീരങ്ങളുമായിട്ട് നേരെ നിവർത്തി നിർത്തുന്നതിൽ ഇവർക്കുള്ള പങ്ക് വളരെ വലുതാണ്. ഒരുപക്ഷെ എല്ലാ അധ്യാപകരും ഇപ്പോൾ വായിക്കാൻ തുടങ്ങിക്കാണും. ഇതിനകത്തിരിക്കുന്ന എല്ലാ അധ്യാപകരും ഒന്നുകൂടെ പുസ്തകം വായിക്കാൻ തുടങ്ങിക്കാണും. അപ്പോൾ എല്ലാവർക്കുമുള്ള നന്ദി അറിയിക്കുന്നു. ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ച ഇടുക്കി വിദ്യാരംഗത്തിന് ഞങ്ങളുടെ ഓരോ സ്കൂളിലെയും കുട്ടികളുടെ അധ്യാപകരുടെയും ഒരു നന്ദിയും കൂടി അറിയിക്കുകയാണ്. വളരെ സന്തോഷം. ശരി, അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. ഒരിക്കൽ കൂടി അജീഷ് സാറിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഇത് അവസാനിപ്പിക്കുന്നു. ഇത് അവസാനിച്ചാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഗ്രൂപ്പുകളിൽ നിങ്ങളുടെ സംശയങ്ങൾ ഇനിയും ചോദിക്കാം. നിങ്ങളുടെ അധ്യാപകർ നിങ്ങളുടെ എല്ലാത്തരം സംശയങ്ങൾ പരിഹരിക്കുന്നതിന് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ആ അവസരങ്ങളും കൂടി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ശരി, നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ.